റീസൺ എന്താന്ന് വെച്ചാൽ ലൈക്ക് when I was dating 12th ടൈമില് എന്റെ അന്ന് ഡേറ്റ് ചെയ്ത ആ കുട്ടി ഈ ഇവന്റിൽ വന്നേ വന്നിട്ട് പോലീസ് ഓടി വന്നിട്ട് എന്റെ മറ്റേ എന്താ ലൈസൻസ് കാറിലേക്ക് ഡ്രൈവ് സേഫ് എന്നിട്ട് അങ്ങ് എറിഞ്ഞു തന്നെ. അത് ഫുൾ എന്താ ചെയ്യണ്ടേ, എത്തിക്സ് വിടണോ അതോ ഫ്രണ്ട്ഷിപ്പ്? ഞാൻ 11th and 12th ഗേൾസ് സെക്ഷനിൽ ഫിഡ്ജറ്റ് സ്പിന്നർ ഉപയോഗിക്കുമ്പോ ബോയ്സ് സെക്ഷൻ 11th and 12th മറ്റേ മിതുവാക്ക് സിഗരറ്റ് ഫോണ്. ഞാൻ അമ്മയോട് ചോദിച്ചു ഇത് എവിടുന്നാന്ന് ചോദിച്ചു. ഒരുമാതിരി ഞാൻ ആ പേരന്റ് പക്ഷെ ഗേൾസ് സെക്ഷനിൽ എത്തുമ്പോ എന്താ വെച്ചാല് ഒന്നാമത് ഇവർക്ക് ഒരു വോയിസ് ഇല്ലാത്ത മാതിര. എനിക്ക് കുറെ പല ഇൻസ്റ്റൈലിലും തോന്നിയിട്ടുണ്ട് ഇവരെ ക്യാബിനറ്റ്സിനെ പപ്പറ്റ്സ് പോലെ ടീച്ചേഴ്സ് ഇങ്ങനെ ഉപയോഗിക്കുന്നു. Hey everyone, welcome to the best comedy podcast in India, After Hours Malayalis. നമ്മുടെ പോഡ്കാസ്റ്റിലെ പല കാര്യങ്ങളും പല ടോപ്പിക്സും നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യാത്തത് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂൾ ലൈഫിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഘോര പ്രസംഗിക്കുമ്പോൾ നമ്മൾ പുറത്തുള്ള ഒരാളുടെ POV കാണിക്കാറില്ല. അപ്പൊ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടീനെയാണ് നമ്മൾ പോഡ്കാസ്റ്റിൽ ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, അതെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. സോ വെൽക്കം, റോൾ ദി റെഡ് കാർപ്പറ്റ് ഫോർ ഏഞ്ചൽ മേരി റോബിൻ. ഇൻട്രോനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇൻട്രോനെ കുറിച്ച് പറയാനാണെങ്കിൽ ക്യാമറയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആക്ച്വലി വരുന്നത്. സോ വെറും അഭിനയം അല്ല, ശരിക്കും സോ ദാറ്റ് ഗെറ്റിംഗ് ഒരു ഇൻട്രോ കിട്ടാന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവമാണ്. സോ ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് ഒരു സ്പെഷ്യൽ സംഭവമാണ്. സോ ഇറ്റ്സ് നൈസ്. ഓക്കെ, സോ ടോക്കിംഗ് അബൌട്ട് ഏഞ്ചൽ ഞങ്ങൾ അതേ ബാച്ച്മേറ്റ് ആയിരുന്നു സ്കൂളിൽ. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഏഞ്ചൽ ഞങ്ങളെ പോലെ ക്യാബിനറ്റ് മെമ്പർ ആയിരുന്നു. സോ ക്യാബിനറ്റ് മെമ്പർ ഈസ് മോർ ലൈക്ക് എല്ലാ സ്കൂളിലും ഉണ്ടാവില്ല, ഒരു ഹെഡ് ബോയ്, ഒരു കൾച്ചറൽസ് ഒക്കെ നോക്കുന്ന ഒരു ആർട്സ് ഹെഡ്, അങ്ങനെ പല നെയിമിലായിരിക്കും. സോ നമ്മളെ സ്കൂളില് ഗേൾസ് സെക്ഷനിൽ ഗേൾസ് സെക്ഷനിൽ സ്പോർട്സ് സെക്രട്ടറി ആയിരുന്നു ഏഞ്ചൽ. സോ ഷി വാസ് ഇൻടു അത്ലറ്റിക്സ്. ബോയ്സ് സെക്ഷനിലെ സ്പോർട്സ് സെക്രട്ടറി ആരായിരുന്നു? ഞാനോ reuniting by the way all the boys sectionally സ്പോർട്സ് സെക്രട്ടറീസ് റീയൂണൈറ്റ് ചെയ്തതാണ് സെമീറും ഏഞ്ചലും. അതെ, ISJ സ്പോർട്സ് ഞങ്ങള് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ സൗദി അറേബ്യയിലാണ് ജനിച്ചു വളർന്നത്. അപ്പൊ സൗദിയിൽ ബോയ്സ് സെക്ഷൻ ഒരു ഡിഫറെന്റ് ബിൽഡിംഗ് ആയിരുന്നു, ഗേൾസ് സെക്ഷൻ ഡിഫറെന്റ് ബിൽഡിംഗ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ സെയിം സ്കൂൾ, അതായത് സ്കൂളിന്റെ പേര് ഒന്നാണ്, നമ്മൾ സെയിം സ്കൂളാണ്, സ്കൂൾ മേറ്റ്സ്, പക്ഷെ ബിൽഡിങ്സ് ഡിഫറെന്റ് ആണ്. കാരണം അവിടുത്തെ ലോ കുറച്ച് കട്ടിയായിരുന്നു. അപ്പൊ ഗേൾസ് ബോയ്സ് പഠിക്കാൻ പാടില്ല. ഇപ്പൊ കുറച്ചും കൂടി ലൈക്ക് 5th വരെയൊക്കെ അവര് കോ എഡ്യൂക്കേഷൻ തുടങ്ങി. ഇനി 5th വരെ, ISJ വരെ. And they're planning to expand it till the 8th. And main agenda is like circularലൊക്കെ ഫുള്ള് ഇവരെ ആ ഗേൾസ് ബോയ്സ് കമ്പാറ്റബിലിറ്റിയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനും അതായത് രണ്ട് ഡൈനാമിക്സ് നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള രീതിയിൽ. ഓക്കെ, സോ പിന്നെ ഏഞ്ചലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഏഞ്ചൽ പാടും, ഏഞ്ചൽ ചാടും. ഏഞ്ചല് നാഷണൽ ലെവൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ്. നമ്മളെ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് നാഷണൽസ് പോയിട്ടുണ്ട്. സ്പോർട്സ് സെക്രട്ടറി ഏഞ്ചൽ അതാണ്, ഏഞ്ചൽ ഇതാണ്. ഏഞ്ചൽ അറ്റൻഷൻ പൊസിഷൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു രസമുണ്ട് കേൾക്കാൻ. Never had a sharing friends. അതാണ്. സോ ഏഞ്ചൽ, നമ്മള് പോഡ്കാസ്റ്റിൽ നിന്നെ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തു. ഏഞ്ചലിനെ ഞങ്ങളെ പോഡ്കാസ്റ്റിൽ ഞങ്ങളെ കുറിച്ച് പലതും പറയാറുണ്ട്. സ്കൂളില് സെമീർ അങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മളെ അച്ചീവ്മെന്റ്സ് ഒരു പോർട്ട്ഫോളിയോ എന്നുള്ള രീതിയിൽ വേറെ ആരും പറയാനില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഇവിടെ അങ്ങനെ പറയാറുണ്ട്. ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനൊരു സംഭവം നടന്നു, ഐ വൺ ദിസ്, ഹി വൺ ദാറ്റ്. എന്നിട്ട് നമ്മൾ തന്നെ ഫുൾ അപ്രീഷിയേറ്റ്, നമ്മൾ തന്നെ കൈയടിക്കും, നമ്മൾ തന്നെ പറയും, നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, സംഭവം നമ്മളെ സ്കൂളിൽ ബോയ്സ് സെക്ഷനും ഗേൾസ് സെക്ഷനും കുറെ കിലോമീറ്റേഴ്സ് ദൂരമൊക്കെ ഉണ്ടായിട്ട് 2 കിലോമീറ്റർ ദൂരമൊക്കെ ഉണ്ടായിട്ട് ഗേൾസ് സെക്ഷന്റെ അടുത്തേക്ക് അറിഞ്ഞെടുത്തത്. അപ്പൊ ഡാഡി മമ്മി കണ്ടറിഞ്ഞ് വീടൊക്കെ എടുത്തു. ഗേൾസ് സെക്ഷൻ ബോയ്സ് സെക്ഷനിൽ പോകുന്ന ഇവന് ഗേൾസ് സെക്ഷന്റെ അടുത്ത് വീട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് സെപ്പറേറ്റഡ് ആയിട്ട് തമ്മിൽ കാണാറൊന്നും ഇല്ലെങ്കിലും നമ്മളുടെ സ്കൂളിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു.
എല്ലാ ന്യൂസും BBC-നേക്കാളും അടിപൊളിയായിട്ട് ഇങ്ങനെ കാട്ടുതീ പോലെ എന്ത് ന്യൂസ് വൺ ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ സ്പ്രെഡ് ആകുന്നു അല്ലേ ഏഞ്ചലെ? അപ്പൊ ഞങ്ങളെ കുറിച്ച് ഏഞ്ചലിന് എന്തായിരുന്നു സ്കൂൾ ടൈമിൽ അറിയാവുന്നത്? ഓക്കെ, അപ്പൊ ഇവര് പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ഭയങ്കര ദൂരമൊന്നുമില്ല, ലൈക്ക് വേറെ 2 സ്കൂളായിട്ടായിരുന്നു ഞങ്ങള്. അപ്പൊ ബോയ്സിനെ അങ്ങനെ ഞങ്ങൾ കാണാറില്ല. അപ്പം ആകെ കിട്ടുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് ഈ ക്യാബിനറ്റ് മെമ്പർ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കോമൺ ആയിട്ട് കുറെ പ്രോഗ്രാംസ് വരാറുണ്ട്. ശരിയാ, കുറെ ഇവന്റ്സ് ഒക്കെ വരുമ്പോ ക്യാബിനറ്റ്സ് ആയിരിക്കും ഇത് ഹോസ്റ്റ് ചെയ്യുക. അപ്പം ക്യാബിനറ്റ്സിൽ 8 പേരുണ്ടാവുക, 4 ഹെഡ് പൊസിഷൻസ്, അതായത് ഹെഡ് ബോയ്, കൾച്ചറൽ സെക്രട്ടറി, സ്പോർട്സ് സെക്രട്ടറി, ലിറ്റററി സെക്രട്ടറി, പിന്നെ 4 ഹൗസ് ക്യാപ്റ്റൻസ്. അങ്ങനെ ഇതേപോലെ ഗേൾസ് സെക്ഷനിലും ഉണ്ടാവും. അപ്പം ഈ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഇങ്ങനെ ഇവന്റ്സ് ഒക്കെ വരുമ്പോ നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ആ ഒരു ഡ്രസ് ഒക്കെ ഇട്ട് സാഷ് ഒക്കെ ഇട്ട് ആ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് അറ്റയറിൽ ബാഡ്സ് ഒക്കെ കുത്തി ഭയങ്കര എന്തോ പോലീസ് മേധാവിനെ പോലെ വൺ ഫ്ലെക്സ് ആയിരുന്നു, ബിഗ്ഗസ്റ്റ് ഫ്ലെക്സ് ഇൻ സ്കൂളിൽ. കാരണം ഇവന്റിൽ എങ്ങനെയാ വെച്ചാൽ സ്കൂൾ പിള്ളേരൊക്കെ സാധാ ബേസിക് യൂണിഫോം ഇട്ട് ലൈനൊക്കെ ഫോളോ ചെയ്ത് അവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുക പറയുമ്പോ നമ്മള് ബ്ലേസർ സാഷ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഫുള്ള് മാനേജ് ഒക്കെ ചെയ്ത് ഭയങ്കര ലൈം ലൈറ്റ് ഇയേഴ്സ് ആയിരുന്നു. അതെ, അപ്പൊ ഞങ്ങളെ കുറിച്ച് ഏഞ്ചലിന് അറിയാമായിരുന്നോ? പക്ഷെ എന്തായിരുന്നു അത്രയ്ക്ക് എളിമയൊന്നും വേണ്ട, നന്നായിട്ട് അറിയായിരുന്നു. 11th-ലാണ് ആക്ച്വലി ലൈക്ക് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട്, ലൈക്ക് 11th അസിസ്റ്റൻസ് എന്ന് പറയും, 12th-ലാണ് മെയിൻ ക്യാബിനറ്റ് മെമ്പേഴ്സ്. അപ്പം ഞാൻ 11th അസിസ്റ്റന്റ് സ്പോർട്സ് സെക്രട്ടറി ആയിരുന്നു. അപ്പോഴായിരുന്നു സമീറും അസിസ്റ്റന്റ് റെഡ് ഹൗസ് ക്യാപ്റ്റൻ ആയിരുന്നു ഞാൻ. 12th മികവുകൊണ്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടിയതാണ്. അപ്പം ജയാൻ ആയിരുന്നു ഞങ്ങളുടെ ബോയ്സ് സ്കൂളിലെ അസിസ്റ്റന്റ് ഹെഡ് ബോയ്. അത് അത്ര വലിയ ലൈക് ചെറിയ പൊസിഷൻ ഒന്നുമല്ല. ഇന്ത്യയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സിറ്റിസൺ ആരായിരിക്കുമ്പോ പ്രസിഡന്റ് എന്ന് പറയുന്നത് 11th മോസ്റ്റ് ഇമ്പോർട്ടന്റ് അസിസ്റ്റന്റ് ഹെഡ് ബോയ് അങ്ങനെയായിരുന്നു പറഞ്ഞത്. അപ്പൊ അസിസ്റ്റന്റ് ഹെഡ് ബോയ് ജയാൻ ജാക്കിർ എന്നാണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ ആരാണ് ജയാൻ ജാക്കിർ? പേര് സ്ട്രക്കായി, ജയാൻ ജാക്കിർ. ടീച്ചർ പാർക്കർ, ജയാൻ ജാക്കിർ. അപ്പം ആരാന്ന് അത്രയും നാള് എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. സോ പെട്ടെന്ന് ക്യാബിനറ്റ് മെമ്പേഴ്സിൽ അങ്ങനെ കേട്ടപ്പോ ആരായിരുന്നു എന്ന് അറിയാൻ ഒരു ഭയങ്കര ഒരിതുണ്ടായിരുന്നു, ആകാംക്ഷ. ശുഷ്കാന്തി ആകാംക്ഷ ഡിഫറെന്റ്. എന്നിട്ട് അങ്ങനെ മെല്ലെ ലൈക് പ്രോഗ്രാംസ് ഒക്കെ വന്ന് തുടങ്ങിയപ്പോ മനസ്സിലായി ഒരു ടീച്ചറിന്റെ മോനാണ്. അപ്പം അതിന്റെ റെസ്പെക്ട് എല്ലാ മാമിന്റെ മോനാണ്. അപ്പം മോർ നമ്മള് ഒരു എന്താ എക്സ്ക്ലൂസീവ് എലീറ്റ് ഗ്യാങ്, ലൈക്ക് നമുക്ക് അങ്ങനെ ഔട്ട് ഓഫ് ദ ലീഗ് എന്നൊക്കെ പറയുന്നത് ഒരു ടീച്ചറിന്റെ മോനാണ്, നമുക്ക് അങ്ങനെ ഒത്തിരി സംസാരിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു ആളായിരുന്നു ജയാൻ. ആൻഡ് ജയാൻ അങ്ങനെ വലിയ ഇൻവോൾവ് അല്ലായിരുന്നു ടു ബി ലൈക്ക് ലൈക്ക് ഗേൾസിനോട് സംസാരിക്കും അങ്ങനൊന്നും. അങ്ങനെ പറയുമ്പോ 2-3 എപ്പിസോഡ് കൂടി കഴിയുമ്പോ ജയാൻ അങ്ങനെ സർട്ടിഫൈഡ് ആവും. കാരണം കഴിഞ്ഞ എപ്പിസോഡൊക്കെ സ്റ്റാർ ഗേസിങ് കുട്ടന്മാരെ കൂടെ പറഞ്ഞ് അങ്ങനെയാണ് ഫുള്ള് വരുന്നത്. പിന്നെ മെയിൻ ആയിട്ടും അടിപൊളി ഡിബേറ്റ് സ്പീക്കർ ആയിരുന്നു. അപ്പൊ ഞങ്ങക്ക് ഡിബേറ്റ് കോമ്പറ്റീഷൻസ് വരുമ്പം ഞാൻ ആദ്യമായിട്ട് ലൈക്ക് ഞങ്ങക്ക് ഒരു കോമൺ ലൈക്ക് ക്ലസ്റ്റർ മീറ്റ് പോലെ ഒരു ലൈക്ക് ഒരു ഡിഫറെന്റ് സ്കൂൾസ് തമ്മിൽ കോമ്പറ്റീഷൻ വരുമ്പം അതിലൊരു ഇവന്റ് ആയിരുന്നു ഡിബേറ്റ്. അപ്പം ഞങ്ങളുടെ സ്കൂളില് ലൈക്ക് ഫസ്റ്റ് നമുക്ക് ജദ്ദ ലൈക്ക് ലോക്കൽ ഏരിയയിൽ നിന്നും സ്കൂൾസ് എല്ലാം കോമ്പീറ്റ് ചെയ്തിട്ട് അവിടുന്ന് സെലക്ടഡ് ആയിട്ടാണ് നെക്സ്റ്റ് ലെവലിലോട്ട്. ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ നമ്മുടെ നാട്ടില് സബ് ജില്ല, സ്റ്റേറ്റ് ലെവലിലൊക്കെ പറയാറ് ആദ്യം ജിദ്ദ ആ പ്രോവിൻസിലുള്ള 5-6 സ്കൂൾസ് തമ്മിൽ കോമ്പീറ്റ് ചെയ്യും. പിന്നെ അതിലെ 2 വിന്നേഴ്സ് ഒക്കെയാണ് ക്ലസ്റ്ററിലോട്ടേക്ക് പ്രൊമോട്ട് ആവും. സോ ക്ലസ്റ്റേഴ്സ് പറയുമ്പോ ഫുൾ സൗദിയിൽ, അതായത് ജിദ്ദ, ദമാം, റിയാദ് ഇവിടുന്നൊക്കെ ഉള്ള പിള്ളേര് കോമ്പീറ്റ് ചെയ്യും. ലൈക്ക് ഈ സ്ഥലത്തു നിന്നൊക്കെ ഉള്ള ചാമ്പ്യൻസ്, ലൈക്ക് അൻ ഇവന്റ് ഓഫ് ചാമ്പ്യൻസ് ഓഫ് അങ്ങനെ ഗെയിംസ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഇവര് കോമ്പീറ്റ് ചെയ്യും. അപ്പൊ ഡിബേറ്റ് ഇവന്റ് ഞങ്ങളുടെ സ്കൂളിലെ ലൈക്ക് ആ സെലക്ഷൻ പ്രോസസ്സിന്റെ ഞങ്ങൾക്ക് അപ്പം കോമൺ ആയിരുന്നു ഗേൾസിൽ നിന്ന് ഞങ്ങൾക്ക്. പക്ഷെ അതിലെ മെയിൻ പോയിന്റ് എന്താന്ന് വെച്ചാൽ ഗേൾസ് സെക്ഷനിൽ നിന്ന് ക്യാബിനറ്റ് മെമ്പേഴ്സിനെ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ.
സോ അതൊരു ഭയങ്കര ഡീലായിരുന്നു. ഡിബേറ്റ് കോമ്പറ്റീഷൻ ഇവന്റ് ആക്ച്വലി ബോയ്സിന് മാത്രമേ വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവര് ക്യാബിനറ്റ്സ് ആയതുകൊണ്ട് ദേ വർ ഓൾസോ ദെയർ ആ ഡിബേറ്റ് ഇവന്റ്. പിന്നെ അന്ന് ഞങ്ങളെ സ്കൂളായിരുന്നു ഈ ഒരു ഹോൾ സൗദിയിലുള്ള ഒരു ഡിബേറ്റ് ഹോസ്റ്റ് ചെയ്തിരുന്നത്. സോ ഇറ്റ് വാസ് ഹാപ്പനിങ് അറ്റ് അവർ ഹോം ഗ്രൗണ്ട് എന്നൊക്കെ ഉള്ള പോലെ. അപ്പൊ അങ്ങനെ ലൈക് അങ്ങനെ അവന്റെ സ്പീച്ച് കേട്ടു. അപ്പൊ മനസ്സിലായി ലൈക് ഒരു ആക്സെന്റ് ഒക്കെ ഉള്ള ഒരു ലൈക് ഗൈ ഇൻ ദ സ്കൂൾ. അപ്പൊ അങ്ങനെ നോട്ടീസ് ചെയ്തു എല്ലാവരും. സോ അങ്ങനെയാണ് എനിക്ക് ജയൻ ജാക്കിറിനെ അറിയാവുന്നത്. അതെ, പിന്നെ ജാന്റെ ഡിബേറ്റിന്റെ അത് പറയുകയാണെങ്കിൽ വേറൊരു സംഭവം ഉണ്ട്. സാധാരണ എങ്ങനെയാന്ന് വെച്ചാല് ഒരു അണ്ടർ 16 അണ്ടർ 19 എന്ന് പറയുന്ന പോലെ ഒരു ജൂനിയർ സീനിയർ കാറ്റഗറി ഉണ്ടാവും സ്കൂളിൽ നിന്ന്. സോ ഈ കാറ്റഗറിയിൽ നിന്ന് 2 ബോയ്സും 2 ഗേൾസും അങ്ങനെ 4 പേരാണ് സ്കൂൾ ടീം റെപ്രസെന്റ് ചെയ്ത് പോവുക. അപ്പൊ ഈ ജൂനിയർ കാറ്റഗറിയിൽ എപ്പോഴും 10th ക്ലാസ്സിലെ ബോയ്സിന് 9th 10th ഈ 9th 10th ക്ലാസ്സിലെ ബോയ്സിനാണ് കൂടുതലും സെലക്ഷൻസ് കിട്ടുക. കാരണം അവർക്ക് മോർ എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ മോർ എന്തായാലും ഒരു സീനിയോറിറ്റി കാര്യമൊക്കെ വെച്ചിട്ട്. ബട്ട് ജയാൻ വാസ് പ്രോബബ്ലി വൺ ഓഫ് ദ ഫസ്റ്റ് ഗായ് 9th ഡിബേറ്റ് ടീമില് സെലക്ഷൻ കിട്ടി. ലൈക്ക് ഈ 10th പിള്ളേരൊക്കെ മുന്നിൽ ചാടിയിട്ട്. സോ ദാറ്റ് വാസ് ലൈക്ക് എ ബിഗ് തിങ് ആ സ്കൂളില്. ഇനി മതി, എന്നെ കുറിച്ച് പറഞ്ഞാൽ ഇനി വേഗം സെമീറിലേക്ക് ഇറങ്ങി. എത്രാന്ന് വെച്ചിട്ടാ എന്നെ കുറിച്ച് ഞാനാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യണോ എന്ത് പറയണോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ സമീറിനെ പറ്റി പറയുകയാണെങ്കിൽ കൊറേ പറയാനുണ്ടാകും. ഒരു പോപ്പുലർ ഗായ് ഓഫ് ദ സ്കൂൾ. സ്പോർട്സ്, അപ്പൊ സ്പോർട്സിൽ തന്നെ ഡിഫറെന്റ് ഫീൽഡ്സ് ഓഫ് ലൈക്ക് അത്ലറ്റിക്സ്, എന്താ പിന്നെ ഫുട്ബോൾ, ട്രിപ്പിൾ ജംപ്, അങ്ങനെ കുറെ ഇവന്റില് അതും ഗോൾഡ് മെഡലിസ്റ്റ് ഒക്കെ എന്ന് പറയുമ്പോ എല്ലാരും എന്തായാലും അറിയും. അപ്പൊ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു സമീർ. സോ അങ്ങനെ എനിക്കറിയാം. ആൻഡ് ദെൻ ഞങ്ങള് 12th 2 സ്പോർട്സ് സെക്രട്ടറീസ് ആയി. അപ്പം പിന്നെ നമ്മള് ലൈക് സ്പോർട്സ് ഇവന്റ്സ് ഒക്കെ നമ്മള് ഗേൾസും ബോയ്സും ഒരുമിച്ച സ്കൂളിൽ കൊണ്ടുപോവുക. അപ്പൊ പല ഇൻസ്റ്റൻസിൽ ഞാനും ഏഞ്ചലിനെ കണ്ടിട്ടുണ്ട്. ഏഞ്ചൽ ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ ബാസ്കറ്റ് റെപ്രസെന്റ് ചെയ്താണ്ട് സ്കൂളിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് 11th ഞാൻ ആദ്യമായിട്ട് ഏഞ്ചലിനെ നോട്ടീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ബാസ്കറ്റ് ബോളിലുണ്ട് ഇവര് ചാമ്പ്യൻസ് ആയി, going for nationals. അപ്പോൾ നമ്മൾ ടീം മെമ്പേഴ്സിനൊക്കെ നോട്ടീസ് ചെയ്തപ്പോൾ I noticed her. On top of that, she was there on clusters. I mean, she was there on cabinets. അപ്പോൾ ക്യാബിനറ്റ്സിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് നോക്കും. പിന്നെ 12th എത്തിയപ്പോൾ ഞാനും സ്പോർട്സ് സെക്രട്ടറി, ആളും സ്പോർട്സ് സെക്രട്ടറി, and that's when we actually started talking. പിന്നെ ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ കാനഡയിൽ എത്തിയതിന് ശേഷമാണ് നമ്മൾ വൺ ക്ലോസ് ആയത്. കാരണം സ്കൂളിലായപ്പോ വി ന്യൂ ഈച്ച് അതർ ആൻഡ് സ്റ്റഫ്. പക്ഷെ നമ്മള് അങ്ങനെ ഹാങ് ഔട്ട് ചെയ്യുക അല്ലെ ഭയങ്കര ഫ്രണ്ട്സോ ബെസ്റ്റീസ് ഫോർ ലൈഫോ അല്ലെ സ്ക്വാഡ് ഗോൾസ് ആ സംഭവം ഒന്നുമില്ലേ. കാനഡയിൽ എത്തിയപ്പോ ആ ഒരു ISGNs ബോണ്ടിങ് വൈബ് ചെക്ക് അങ്ങനെ മൊത്തത്തില് നമ്മളങ്ങ് സിങ്ക് ആയി. ആൻഡ് ഹിയർ വി ആർ ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടല്ല ഈ 3 ആൾക്കാര് ഒരു ഹാങ് ഔട്ട് ചെയ്യുന്നതിനാ നമ്മള് വിചാരിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ പുറമെ നമ്മൾ ഇരുന്ന് നമ്മള് പോഡ്കാസ്റ്റ് ഒക്കെ റെക്കോർഡ് ചെയ്തൊക്കെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ബിക്കോസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ദേ സ്റ്റാർട്ട്. അപ്പം ഓക്കെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 2 പേര് പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു രസമായിരുന്നു ഇൻ ദ ബിഗിനിങ്. ബട്ട് ദെൻ അപ്പൊ എനിക്ക് ഇവരെ അറിയാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഇത് വെക്കില്ലല്ലേ, കാണണം എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല. പക്ഷെ കാനഡയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ജയാനായിട്ട് ആദ്യമായിട്ട് കാണുന്നതും സംസാരിക്കുന്നതും. അപ്പൊ ആ ഒരു ബോണ്ട് വന്നപ്പം ഒന്ന് കാണാൻ തോന്നി. അത് കഴിഞ്ഞ് സമീറിനെ മീറ്റ് ചെയ്തു. And finally അതുവരെ വരെ ഒരു ബേസിക് മീറ്റ് ആയിരുന്നു. അങ്ങനെ ഒന്നാമത് എന്താ വെച്ചാല് നമ്മള് ഇപ്പൊ ഈ അടുത്ത് ഞങ്ങളെ സ്കൂളിലെ എഡ്യൂക്കേഷണൽ എക്സിബിഷനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതായത് ഇങ്ങനെ എക്സിബിഷൻ ഗേൾസ് സെക്ഷനിൽ ബോയ്സിന് അലൗഡ് അല്ല, ഗേൾസിനും ബോയ്സിനും വരാം. ഇവൻ ടീച്ചറിന്റെ മോനായതുകൊണ്ട് ഇവര് കേറാൻ പറ്റിയതല്ല എക്സിബിഷൻ. വർഷം ഒരു 5-6 കഴിഞ്ഞെങ്കിലും എന്താ സ്കൂളിലെ എഡ്യൂക്കേഷണൽ എക്സിബിഷന് ഞാൻ ടീച്ചറിന്റെ മോനായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയെന്നുള്ള ഒരു പ്രിവിലേജ് സെമീറിന്റെ ഒരുമാതിരി കാലിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു തീ പോലെയാണ് സെമീറിന് ഫീൽ ചെയ്തത്. അപ്പൊ നമ്മള് ലൈക് നമ്മുടെ ഒരു POV നമ്മൾ പറഞ്ഞല്ലോ, ബോയ്സ് സെക്ഷനിൽ എഡെക്സ് ഇങ്ങനെയാണ്, നമ്മൾ ഗേൾസ് വരുന്നതിൽ എക്സൈറ്റഡ് ആവും, പക്ഷെ നമുക്ക് ഗേൾസ് സെക്ഷനിൽ പോകാൻ പറ്റൂല. ബട്ട് ദേ ഹാഡ് ദ പ്രിവിലേജ് ബോയ്സ്തവും ഗേൾസ്തവും കാണാൻ. സോ ഗേൾസ് സെക്ഷനിൽ ആര് എഡെക്സ്, പിന്നെ ആ എഡെക്സിന്റെ ആ 2 ഡേയ്സിലുള്ള ഒരു ഓറ, നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ കോൺവെർസേഷൻസ്, പ്ലാനിങ്സ്, ഹൗ ഇറ്റ് ഈസ് ലൈക്ക് ഫ്രം ദ POV ഓഫ് എ ഗേൾ. ഞാനൊരു കാര്യം പറയട്ടെ,
ബോയ്സ് സെക്ഷന്റെ അത്ര പോരാ ടെക്സ് അത് സത്യം അല്ല എന്ന് പറയാൻ എനിക്ക് കുറച്ച് മടിയുണ്ട്. ബിക്കോസ് കുറച്ച് സത്യം ബിക്കോസ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാല് ടീച്ചേഴ്സ് ആയിരുന്നു ഹാൻഡിൽ ചെയ്തത് മോസ്റ്റ്ലി. അപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അവര് തന്നെ നമുക്ക് ഐഡിയ പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് ലൈക്ക് ഞങ്ങൾക്കൊരു ഐഡിയ കൊണ്ടുവന്ന് അത് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ലായിരുന്നു ഗേൾസിന് എക്സ്പ്രഷൻ വെക്കുമ്പോൾ. അപ്പം ടീച്ചേഴ്സ് ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു ഞങ്ങളുടെ ഒരു ഐഡിയാസ് കൊണ്ടുവരാനായിട്ട്. പക്ഷെ ബോയ്സ് സെക്ഷനിൽ അങ്ങനെ അല്ലായിരുന്നു. സോ എനിക്ക് തോന്നിയ കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പൊ ബോയ്സ് സെക്ഷനില് ഇപ്പം നമ്മളൊരു എനിക്ക് ഒരു 9th ഒക്കെ എത്തിയാൽ അല്ലെ 8th എത്തിയാൽ തന്നെ പിന്നെ അങ്ങ് നമ്മളെ ഒരു ഐഡിയാസും വിഷനും ടീച്ചേഴ്സ് അത് എങ്ങനെ ബെറ്റർ ആക്കാന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതേമാതിരി നമ്മൾ ക്യാബിനറ്റ്സ് ആയപ്പോ തന്നെ ഓരോ ഇവന്റ് ഇപ്പൊ നമുക്കൊരു ഐഡിയ വരികയാണ്, ഇങ്ങനെ ഒരു പരിപാടി വെച്ചാൽ നൈസാവും. നമുക്ക് നൗഫൽ സർ അതായത് നമ്മളെ ഹെഡ് മാസ്റ്ററിനെ കണ്ട് സംസാരിക്കുക പറയുമ്പോ നമ്മൾ ഹെഡ് മാസ്റ്ററിനെ കണ്ട് സംസാരിക്കും, മുപ്പര് ഒരു ഇൻസൈറ്റ് വരും. ഇത്ര ടൈമൊന്നും ഈ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമുക്ക് ലേബർ ഡേ സെലിബ്രേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്കൂളിലേക്ക് പോയിട്ടില്ല. ഞങ്ങളുടെ ഫസ്റ്റ് ക്യാബിനറ്റ് മെമ്പർ ആയിട്ടുള്ള ഫസ്റ്റ് ഇവന്റ് ലേബർ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഫുള്ള് പ്ലാൻ ഒക്കെ ഇട്ട് ഇങ്ങനെ ചാർട്ടർ ഈ ഇവന്റ് പിന്നെ ഇങ്ങനെ സമ്മാനദാനം ഇങ്ങനെ ഗെയിംസ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ജാനിറ്റേഴ്സും സെക്യൂരിറ്റീസിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുക, ഓരോരു കൾച്ചറൽ ഇവന്റ്സ് അങ്ങനെ ഫുള്ള് പ്ലാൻ ചെയ്തു. എന്നിട്ട് നമ്മളുടെ സ്കൂളിൽ നമ്മളെ ഹെഡ് മാസ്റ്റർ ആയ നൗഫൽ സാറിന്റെ അടുത്ത് പോയി കൺവിൻസ് ചെയ്യണം അങ്ങനെ ഒരു ഇവന്റ് പുട്ട് ഓൺ ചെയ്യണം. അതായത് മൂപ്പര് സെറ്റ് ചെയ്ത ബാറിന്റെ ആ ക്വാളിറ്റി മീറ്റ് ചെയ്താൽ മാത്രമേ ഇവർ ഇവന്റ് അപ്രൂവ് ചെയ്യുള്ളൂ. എന്നിട്ട് ഞാൻ പോയിട്ട് ഇങ്ങനെ പിച്ച് ചെയ്യാം, മറ്റേ ഷാർക്ക് ടാങ്ക് അതേപോലെ ഞാൻ ഇങ്ങനെ പിച്ചും ചെയ്യാണ്. സർ ലേബർ ഡേ, അപ്പൊ സർ ഓക്കെ ഗോ. അപ്പൊ നമ്മളിങ്ങനെ ഈ ഇവന്റ് ഉണ്ടാകും, കൾച്ചറൽ ഇവന്റ്സ്, സമ്മാനദാനം. അപ്പൊ സാർ ഓക്കെ എന്നിട്ട് സാർ ലാസ്റ്റ് ചോദിക്കും എത്ര ടൈം എടുക്കും. അപ്പൊ ഞാനിങ്ങനെ കണക്കൂട്ടിട്ട് ഫസ്റ്റ് 8 പീരീഡ് സ്കൂളിൽ ഉണ്ടാവുക. ഫസ്റ്റ് 5 പീരീഡ്സ് കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്ക്, പിന്നെ 3 പീരീഡ് ഉണ്ടാകുക. അപ്പൊ ഞാൻ പറഞ്ഞ ഫസ്റ്റ് 5 പീരീഡ്സ് എടുക്കും. അപ്പൊ സാർ ഇങ്ങനെ ആലോചിച്ചിട്ട് അത് നടക്കില്ല. അപ്പൊ ഞാൻ എന്തോ ഇത് അത് ഞാൻ ഫസ്റ്റ് 5 പീരീഡ്സ് ആണ് സാർ അതിന്റെ ഒരു കറക്റ്റ്. എന്നിട്ട് സാർ ഇങ്ങനെ പേപ്പർ എടുക്കും. എന്നിട്ട് സാർ ഇത് വേണ്ട, ഇത് ഇവിടെ വേണ്ട, ഇതിന് ഇത്ര ടൈം എടുക്കാൻ പാടില്ല, ഇത് ഇവിടുന്ന് ഈ ഇവന്റിലേക്ക് ട്രാൻസിഷൻ ചെയ്യാൻ എത്ര ടൈം അത് പറ്റില്ല. അങ്ങനെ ചുരുക്കി എന്നിട്ട് ലാസ്റ്റ് ആ 5 പീരീഡിൽ ഞങ്ങൾ നടത്താൻ ഉദ്ദേശിച്ച ഇവന്റ് ഒരു ഇവന്റും കട്ട് ചെയ്യാതെ എഫിഷ്യൻസി കാരണം 3 പീരീഡ്സിൽ ഞങ്ങൾ നടത്തി. താങ്ക്സ് ടു നൗഫൽ സർ. അതെ. പക്ഷെ ഗേൾസ് സെക്ഷനിൽ എത്തുമ്പോ എന്താ വെച്ചാല് ഒന്നാമത് ഇവർക്ക് ഒരു വോയിസ് ഇല്ലാത്ത മാതിരാ. എനിക്ക് പല ഇൻസ്റ്റന്റിലും തോന്നിയിട്ടുണ്ട് ഇവരെ ക്യാബിനറ്റ്സിനെ പപ്പറ്റ്സ് പോലെ ടീച്ചേഴ്സ് ഇങ്ങനെ ഉപയോഗിക്കുന്ന പോലെ അറ്റ് സം ഇൻസ്റ്റൻസ്. പിന്നെ ഇവര് മുന്നേ തന്നെ പറയണം, അല്ല തുറന്നു പറയാനുള്ള കാര്യങ്ങൾ എവിടെയായാലും തുറന്നു പറയും. കാരണം പോഡ്കാസ്റ്റ് ഇപ്പൊ എനിക്ക് തോന്നുന്ന നൗഫൽ സാറൊക്കെ ഇടയ്ക്ക് കാണലുണ്ട്. നൗഫൽ സാർ സബ്സ്ക്രൈബർ, എനിക്ക് ഇമെയിൽ വന്നിരുന്നു. അതെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് ഇതൊക്കെ പിന്നെ ഒരു ചർച്ചാവിഷയമായി പല ചേഞ്ചസും വരിക. അപ്പം ഇതെനിക്ക് നല്ലോണം ഫെൽറ്റ് ചെയ്തത്. അപ്പം എങ്ങനെയായിരുന്നു, വാട്ട് വാസ് യുവർ ഇൻസൈറ്റ് ഓൺ ദിസ്, ഈ ഒരു ഇടപെടല്? ലൈക്ക് എന്താ പപ്പറ്റ്സ് എന്ന് ലൈക്ക് ഭയങ്കര ഇതായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും എല്ലാത്തിനും ഒരു പ്രൊഫഷണൽ ടച്ച് ആയിരുന്നു. അപ്പം അതിന്റേതായ ഒരു ഡിഫറൻസ് ബോയ്സ് സെക്ഷനിലും ഗേൾസ് സെക്ഷനിലും ഉണ്ടായിരുന്നു. ലൈക്ക് ഇപ്പം ടീച്ചർമാരാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ളത് ഏഞ്ചൽ പാരാഫ്രൈസ് ചെയ്തിട്ട് എല്ലാത്തിനും ഒരു പ്രൊഫഷണൽ ടച്ച് ആയിരുന്നു. എന്ന് വെച്ചാൽ ടീച്ചേഴ്സ് ആയിരുന്നു ഇവന്റ് നടത്തിയിരുന്നത്. അപ്പൊ ഞങ്ങക്ക് ഇപ്പം എക്സിബിഷൻ ആണെങ്കിലും കുറച്ച് വലിയതായതിനു ശേഷമാണ് മോർ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. പക്ഷെ ഞങ്ങൾക്ക് മോർ എക്സൈറ്റ്മെന്റ് കാണാൻ ബോയ്സിന്റെ ലൈക് ബോയ്സ് സെക്ഷനിലുള്ള എക്സിബിഷൻ ആയിരുന്നു. ലൈക്ക് റീസൺ എന്താ? ലൈക്ക് എക്സിബിഷൻ ഇവന്റ്സ് ആണോ അതോ ഹാൻഡ്സം ബോയ്സ് ആണോ? ഓഫ് കോഴ്സ് നോട്ട്. എക്സിബിഷൻ ഇവന്റ്സ് ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസ് ഒക്കെ ആയിരുന്നു കൊണ്ടുവരുന്നത്. ഇവര് പറഞ്ഞ പോലെ മറ്റേ ഒരു സ്പേസിന്റെ ഒരു എഫക്ട് ഉള്ള ഒരു റൂമിന്റെ അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഞാൻ എന്റെ റൂമായിരുന്നോ? 5ാം ക്ലാസ്സിലായിരുന്നോ? അതല്ല, റോക്കറ്റ് എന്തോ. അത് 5ാം ക്ലാസ്സില് ആസ്ട്രോനറ്റ് ഒക്കെ ആയിട്ട് ഉണ്ടോ? അത് ഞാൻ ചെറിയ പിള്ളേരാണോ? അത് ഞാൻ ആക്ച്വലി ഓർക്കുന്നുണ്ട്. അത് എന്റെ റൂമായിരുന്നു. പ്രസന്റേഷൻ സോ അന്നേ ഇവരാര് ലിങ്ക് ഓഫ് ദ ലിങ്ക് മറ്റേ ലേസറിൽ
ഫ്ലോറില് ഇങ്ങനെ പോണം, അതൊരു പിന്നെ മെയിൻ ഇവര് ഗിഫ്റ്റ്സ് കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ അവിടെ അങ്ങനെ ഗിഫ്റ്റ്സ് വളരെ ചുരുക്കുമായിരുന്നു. ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഗേൾ സെക്ഷനെ ഞാൻ താത്തി പറയുന്നില്ല. അങ്ങനെ ഇത്രയും നമ്മൾ പറഞ്ഞ ഗേൾ സെക്ഷന്റെ കുറച്ച് പോസിറ്റീവ് പറയൂ. ഗേൾ സെക്ഷന്റെ പോസിറ്റീവ്. അതെ, ഹൗ വാസ് യുവർ സ്കൂൾ ലൈഫ്? കാരണം എല്ലാവർക്കും ഉള്ളൊരിതാ, ഞാൻ നാട്ടിലൊക്കെ എത്തിയിട്ട് സ്കൂൾ ലൈഫ് എങ്ങനെ, ഞാൻ ബോയ്സ് ഒള്ളി അറിയുമ്പോ ബോയ്സ് ഒള്ളി ആയിരുന്നല്ലേ, അല്ല എന്തായിരിക്കുമല്ലേ, ബട്ട് ഐ ആം ലൈക്ക് നോ, ബോയ്സ് ഒള്ളി അല്ലെങ്കിൽ ഇവരെ POV തന്നെ ഗേൾസ് ഒള്ളി ആണ് വേറെ ലെവൽ, ഒരു വേറെ ലെവൽ ഓഫ് ഫ്രീഡം ആണ്. ഭയങ്കര ഭയങ്കര ട്രൂ ആണ്. ഞാൻ ബിക്കോസ് ആരെന്നോട് ചോദിച്ചാലും ഞാൻ പറയാറുണ്ട്, അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ലൈഫ് ടൈമിൽ വേണം. നമ്മുടെ ഓൺ ജെൻഡർ, ലൈക്ക് ഒരു സെയിം ജെൻഡർ സ്കൂളിൽ നമുക്ക് പഠിക്കുക. ദ എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഓൾ ഗേൾസ് ആവുമ്പോ നമുക്ക് ആരും ഒന്നും പേടിക്കണ്ട, നമുക്ക് എന്തും ചെയ്യാം. കുളിക്കണ്ട, മുടി ജീവണ്ട, നോബഡി ടു ഇംപ്രസ്. ഞാൻ ആ POVയിലൊക്കെ ആലോചിച്ചിരുന്നത്. കാരണം ഇനി ആലോചിച്ച് നോക്ക്, നാട്ടിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, കോളേജിലൊക്കെ ആവുമ്പോ റിപ്പീറ്റഡ് ഔട്ട്ഫിറ്റ് വരെ ഒരു സ്ട്രെസ്. സ്കൂളിലൊക്കെ ആരൊക്കെ അടിക്കാറ്. ഇപ്പൊ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷമാണെങ്കിൽ കുറച്ച് നാളെടുത്തു, ബിക്കോസ് ഞാൻ അത്ര യൂസ്ഡ് അല്ലോ ഒരേ ക്ലാസ്സിൽ ബോയ്സ് ആയിട്ട് നമ്മൾ പഠിക്കുക. അത് കുറച്ച് ടൈം എടുത്തു. പക്ഷെ ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഓൾ ഗേൾസിലായിരുന്നു. ലൈക്ക് ഡ്രാമാസ് ഉണ്ട്, പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പും ഭയങ്കര പ്യോർ ആൻഡ് എന്താ, അതില് പ്രത്യേകിച്ച് ഇങ്ങനെ ജലസി അങ്ങനെ ഒന്നുമില്ല. ബട്ട് ഇറ്റ് വാസ് ഭയങ്കര ഒരു പ്യോർ ഇതായിരുന്നു ഓൾ ഗേൾസിൽ പഠിക്കുമ്പോൾ. പക്ഷെ അതിൻ്റെതായ ഞങ്ങള് നാളെ അലമ്പും ചെയ്തിട്ടുണ്ട്. അപ്പൊ പേരുകൾ കാണുന്നില്ല, ഇവന്റ്സ് എക്സ്പോസ് ചെയ്യുന്നത് ഭയങ്കര റൂഡായിരിക്കും. ബട്ട് ആ സമയത്ത് ഒരു സംഭവമായിരുന്നു. അതായത് ഞങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ടാവും, അതിന് ചുറ്റുമാണ് ഞങ്ങളുടെ സ്കൂള്. അപ്പം കുഞ്ഞു പിള്ളേർ ലൈക്ക് ടിൽ 5th വരെ ലഞ്ച് ബ്രേക്ക് ആകുമ്പോ എല്ലാരും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അവരുടെ എല്ലാ ഫുഡൊക്കെ എടുത്തിട്ട് ഗ്രൗണ്ടിൽ വന്നിരിക്കും. സോ ലൈക്ക് അവിടെ പിള്ളേരിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടോ, ചെറിയ പിള്ളേരോ, അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഞങ്ങള് ഓക്കെ ഇത് 11th and 12th ടൈമിലാണ്. അല്ല ഞാൻ ഇതിലില്ലേ, ഞാനൊരു ക്യാബിനറ്റ് മെമ്പറാണ്, എനിക്ക് ഇതിൽ പറ്റില്ല. എന്നിട്ട് ഞങ്ങള് എങ്ങനെ 11th and 12th ആ സമയത്ത് ലഞ്ച് ബ്രേക്ക് ആവും, ഓടി നടന്ന് എല്ലാ ക്ലാസ്സിലും പോയി ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഫുഡ് കഴിക്കുക, പെട്ടെന്ന് തന്നെ കഴിക്കുക, ഇറങ്ങും. എന്നിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഗ്രൂപ്പ് തന്നെ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പൊ പിള്ളേര് പാവ ഫുഡ് കഴിക്കുന്നുണ്ടാണ്, അതിൽ നിന്ന് എടുത്തോണ്ട് ഞങ്ങൾ ഓടും. ഞാൻ പ്രതീക്ഷ ഇവര് ഭയങ്കര ദാതായിട്ട് ഫുഡ് എടുക്കണ അത് ഞാൻ പിന്നെ അങ്ങ് എന്റെ മൈൻഡിൽ അക്സെപ്റ്റ് ചെയ്തിരുന്നു. ആ സീനിയേഴ്സ് സീനില്ല, പോടെ പിള്ളേർ ജൂനിയേഴ്സ് അല്ല, കുറച്ച് ഫുഡൊക്കെ സീനിയേഴ്സിന് കൊടുക്കാം. പക്ഷെ എടുത്തിട്ട് ചോദിക്കും, പക്ഷെ പിള്ളേർ അപ്പത്തേക്ക് മുഖമൊക്കെ ഒരുമാതിരി കരയാറാവും. 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളല്ലേ. പക്ഷെ പിന്നെ അതൊരു രസമായിരുന്നു ആ സമയത്ത്, എന്റർടൈൻമെന്റ്. അപ്പൊ അവര് തരില്ല, അത് കാണുമ്പോ അത് എടുത്തോണ്ട് ഓടും. പിന്നെ ബർത്ത്ഡേക്ക് എന്താ നമുക്ക് ഈ കളർ ഡ്രസ് ഇടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു സ്കൂളിൽ. ഞങ്ങൾക്ക് യൂണിഫോം ആയിരുന്നു. അപ്പം ബർത്ത്ഡേ ആവുമ്പോൾ കളർ ഡ്രസ് ഇടാൻ പറ്റുന്ന അതൊരു ഭയങ്കര ഡീലായിരുന്നു. ആ ദിവസം ആവുമ്പോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പൊ 2 പേര് ക്ലാസ്സിലുണ്ടെങ്കിൽ ഭയങ്കര സീന. അവര് വെയിറ്റ് നമുക്ക് ഒരാളെ കൊണ്ടുപോകാം. ഞങ്ങൾ ചോക്ലേറ്റ്സ് കൊണ്ടുപോകും. ഫ്രണ്ട്ഷിപ്സ് അങ്ങനെ എൻഡ് ആയിട്ടുണ്ട്. അതെ, അപ്പം ചോക്ലേറ്റ്സ് ഇങ്ങനെ പല ക്ലാസ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ ഒരാളെ കൂട്ടിന് കൊണ്ടുപോകാം. സോ അത് ചൂസിങ് ഭയങ്കര ഡിഫിക്കൾട്ട് ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ലൈക്ക് പിള്ളേരിങ്ങനെ ബർത്ത്ഡേ ഇത് ലൈക്ക് ഡ്രസ് ഒക്കെ ഇട്ട് ചോക്ലേറ്റ്സ് ആയിട്ട് ഇങ്ങനെ നടക്കും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, അതും അവിടെ പോയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ബോയ്സ് സെക്ഷൻ അത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒന്നാമത് നമ്മളുടെ സ്കൂളിലെ ഡിഫറെന്റ് ബിൽഡിങ്സ് ആയിരുന്നു. അതെ, അപ്പൊ 1 and 2 3 to 5 ഒക്കെ വേറെ ഏരിയയിലായിരുന്നു. അപ്പൊ നമ്മള് വലിയ പിള്ളേര് അവരെ കാണും. നമ്മുടെ സ്കൂളില് ഓരോ സെക്ഷൻസ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു സെക്ഷനിലോട്ടൊന്നും അങ്ങനെ പോയി വേറെ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ സമ്മതിക്കില്ല. പക്ഷേ തന്നെ സെക്യൂരിറ്റി ഒക്കെ. പക്ഷെ ഇവരുടെ പറഞ്ഞാലൊക്കെ ഒരു കോമ്പൗണ്ടിലൊക്കെ ആയിട്ടായിരുന്നു. എന്തെല്ലാം എനിക്ക് ഓർമ്മ ഉണ്ട്. ലൈക്ക് എന്റെ ബർത്ത്ഡേ ജൂലൈ 28-നല്ലേ. എന്റെ ബർത്ത്ഡേ
എപ്പോഴും വെക്കേഷൻസിലാ ഫോളോ ചെയ്യാ. ശരിയല്ലേ? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ബർത്ത്ഡേക്കെങ്കിലും ഒന്ന് കളർ ഡ്രസ് ഇട്ട് പോകാൻ. അങ്ങനെ ഞാൻ ഉമ്മനോടൊക്കെ പറഞ്ഞ് 5th ക്ലാസ്സില് മറ്റേ ബർത്ത്ഡേ മാറ്റി സ്കൂള് തുറന്ന് സെപ്റ്റംബറിലൊക്കെ ഒരു റാൻഡം ഡേറ്റില് എന്നിട്ട് ഞാൻ ഏതായാലും ഇതാക്കിയ ഞാൻ അന്ന് ആഗ്രഹിച്ച് ഉപ്പാനോടും ഉമ്മാനോടൊക്കെ പറഞ്ഞാണ്ട് ഞാനൊരു ബ്ലാക്ക് ജോൺസണിന്റെ യൂക്കാൻസി മേടിച്ചിരുന്നു. കോളറൊക്കെ ഇങ്ങനെ പൊന്തിക്കുമ്പോ ബാക്കിൽ ഇങ്ങനെ വൺ എല്ലി ടീഷർട്ട് അതിട്ട് കോളറൊക്കെ പൊന്തിച്ച് ജീനൊക്കെ ഇട്ട് ഞങ്ങളുടെ ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ച എല്ലാ ക്ലാസ്സിലും കൊണ്ടേ. എന്റെ സെമിയുടെ ഏർലിയസ്റ്റ് മെമ്മറി എന്താന്ന് വെച്ചാൽ ഏതോ ഒരു ഇവന്റിന് കളർ ഡ്രസ് ഇടാൻ പറ്റുന്നു. ഇത് മിക്കവാറും 6ാം ക്ലാസ് ഒക്കെ ആവാനാ ചാൻസ്, 6 or 7. അതെ, ആവാനേ ചാൻസ് ഉള്ളൂ. എന്നിട്ട് സെമീർ അങ്ങ് കിട്ടിയ അവസരം ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടിട്ട് സെമീർ ഒരു റെഡോ ഓറഞ്ചോ ജോൺസീനന്റെ ടീഷർട്ട്, അത് ടീഷർട്ട് പറഞ്ഞ ടീഷർട്ടാണ്. എങ്ങനെ സെമീർ അതിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന ഒരു അത്ഭുതമാണ്. അതും ഇത്രയും ടൈറ്റ് ടീഷർട്ടിന് സെമീർ തടിച്ച ഷൂസും സൂപ്രന്റെ ഷൂസ് 5 വയസ്സിന് മൂത്ത എക്കാക്കന്റെ ഷൂസ് ഇട്ട് ഇത്ര ചങ്കി ഷൂസ്, ഇത്ര ടൈറ്റ് ടീഷർട്ട് ഇട്ടിട്ട് ഒരു വണബി കൂൾ ബോയ് ആയിരുന്നു. അതാണ് എന്റെ സെമിയുടെ ഒരുമാതിരി ഏർലിയസ്റ്റ് മെമ്മറി. പിന്നെ ഞാന് ഇപ്പൊ നമ്മള് ക്യാബിനറ്റ് മെമ്പേഴ്സ് കുറെ പറഞ്ഞല്ലോ. 5ാം ക്ലാസ്സിലാവുമ്പോ ഞാൻ ക്യാബിനറ്റ് മെമ്പർ ആയിരുന്നു. ഞാൻ ഗ്രീൻ ഹൗസ് ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പൊ ഈ അൽബത്താൽ എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സ് ഇല്ലേ, അൽബത്താൽ ചിപ്സിന്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ബെൻറ്റന്റെ കാർഡ്സ് കിട്ടിയത്, സർക്കിൾ ഡിസ്ക്. അപ്പൊ അത് സ്കൂളിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അതെ, വലിയ ടോയ്സ് എന്നുള്ള രീതിയിൽ. സംഭവം മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ ഈ കാർഡിന്റെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഈ കാർഡ് വെച്ചിട്ട് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കളിക്കും. അപ്പൊ ഫ്ലിപ്പ് ചെയ്ത് കളിക്കുമ്പോ ഇതിന്റെ പിക്ചറുള്ള ആ ഭാഗം 3 പ്രാവശ്യം ഇന്ന റോ വീണാല് എതിര് കളിച്ച ആളെ കാർഡ് നമുക്ക് തരണം. എന്നിട്ട് കിഡ്സ് ഒക്കെ ഈ ഒരു കളിയിൽ ഭയങ്കര ഇൻഡൾജ് ആയതുകൊണ്ടാണ് സ്കൂളിൽ അതങ്ങോട്ട് കൊണ്ടുവരുന്നത്. ലഞ്ച് ബ്രേക്ക് ഒന്നും പിള്ളേർ പുറത്തുപോയി കളിക്കണില്ല, സ്കൂളിൽ ഇതാ അതില് ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞാനൊരു സൈക്കിളിന്റെ കഥ പറഞ്ഞ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് റവീൻ, ഞങ്ങള് മോനെ ഗോഡ്സ് ചെയ്യുന്നതില് ഞങ്ങള് ഓരോ കൂടെ കളിച്ച് കാർഡൊക്കെ ചിലവരൊക്കെ ഇങ്ങനെ വന്നാണ്ട് ഞാൻ കഞ്ചറിയാലോ എനിക്ക് ഇത്ര കാർഡ് വരുമൊക്കെ ചോദിക്കും. പക്ഷെ വി വുഡ് ഇൻ സെൽ ഇറ്റ്. ഭയങ്കര OG കളക്ഷൻസ് ആയിരുന്നു. അതെ, എന്നിട്ട് പക്ഷെ ഏറ്റവും കോമഡി എന്ന് വെച്ചാൽ ഈ ഡിസ്ക്സ് സ്കൂളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. പക്ഷെ സ്കൂളിന്റെ ക്യാൻറ്റീനിൽ ഈ ചിപ്സ് വിൽക്കും ചെയ്യും. അതെ, അപ്പൊ ഞാൻ ക്യാബിനറ്റ് മെമ്പർ ആണ്, എനിക്ക് ഇത് കോൺഫിസ്കേറ്റ് ചെയ്യണമായിരുന്നു. അതായത് മദ്യപിച്ച് വണ്ടി ഓടിക്കരുത്, ബാറിനകത്ത് പാർക്കിംഗ് വെക്കുന്ന പോലെയാണ്. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? മദ്യപിച്ച് വണ്ടി ഓടിക്കരുത്, പക്ഷെ ബാറിനകത്ത് കാർ പാർക്കിങ്ങിന് സ്പേസ് ഉണ്ട്. അപ്പൊ വാങ്ങിച്ചിട്ട് Let's move on. Editors cut എലമെന്റ്സ് കിട്ടിയില്ല, കിട്ടിയെങ്കിൽ നിങ്ങൾ പറയാ. അതെ, സെമീറിന്റെ ഈ ഒരു ഉപമ എങ്ങനെ ഉണ്ടായിരുന്നു? റേറ്റ് ഓൺ 1 to 10. അപ്പൊ സെമീറിന്റെ അടുത്തായിരിക്കും ഈ കാർഡ്സ് ഏറ്റവും കൂടുതൽ ഉള്ളത്. നമ്മൾ ക്യാബിനറ്റ് മെമ്പേഴ്സിന്റെ ഡ്യൂട്ടി ഇത് എടുത്തിട്ട് എന്താ പോലീസുകാർ. അതെ, എനിക്കിപ്പോ ആലോചിക്കുമ്പോ എന്ത് ക്രിഞ്ചായിരുന്നു. ഞാനൊക്കെ ഇപ്പത്തെ എന്റെ ഒരു മൈൻഡ് ആണെങ്കിൽ ചെക്കന്മാര് കളിക്കട്ടെ എന്നിട്ട് ഞാൻ ഭയങ്കര ആരെടുത്താതുള്ളൂ വല്ല ഡ്രഗ്സ് ആന്റി നാർക്കോട്ടിക്സ്. പക്ഷെ നമ്മളെന്താ ചെയ്തിരുന്ന വെച്ചാൽ ഫേബർ കാസ്റ്റിന്റെ ഒരു കളർ പെൻസിലിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും 24 കളേഴ്സ് ഇട്ട് വെക്കാം. അപ്പൊ പെൻസിൽ ഞങ്ങൾ എന്ത് ചെയ്തു, പെൻസിൽ ഷാർപ്പ് ചെയ്താണ്ട് കളർ പെൻസിലൊക്കെ ചെറുതാക്കി. അപ്പൊ ചെറുതാക്കി ഇടുമ്പോ ഇതിന്റെ ഈ ട്യൂബിന്റെ ഉള്ളില് താഴോട്ട് കുറെ സ്പേസ് ഉണ്ടല്ലോ, ഈ താഴത്തെ സ്പേസില് ഞങ്ങള് കാർഡും അതിന്റെ ആക്സസറീസ് ഒക്കെ വെച്ച് അതിന്റെ മുകളില് ഈ പെൻസിൽ വെക്കും. അപ്പൊ അങ്ങനെ പെൻസിൽ എടുത്ത് നോക്കുമ്പോ കളർ പെൻസിൽ അങ്ങനെയായിരുന്നു. എന്നിട്ട് ഇറ്റ് വാസ് ഗോയിങ് സോ പെർഫെക്റ്റ്. പക്ഷെ ഞാൻ ആ ടൈമിൽ മദ്രസയിൽ പോയിരുന്നു. മദ്രസയിൽ പോയപ്പോ ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് മദ്രസയിൽ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കാർഡ് എടുത്തപ്പോ ഞാൻ ഇതങ്ങോട്ട് ഊരി ഇങ്ങനൊക്കെ ഇതാക്കി കാണിച്ചു കൊടുത്തേ. ഫ്ലെക്സ് ചെയ്തു സെമീറിന്റെ ഇൻജീനിയസ് ബുദ്ധി ആൾക്കാർക്ക് അറിയിച്ചു. ഞാന് ഇതൊക്കെ കാണിച്ചു കൊടുത്തു പിള്ളേരൊക്കെ എത്ര കാലം കാർഡാന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഹൈപ്പ്. പക്ഷെ ഇവരെ ക്യാബിനറ്റ് മെമ്പേഴ്സ് ഉള്ള അജ്വദ് ഹനീഫ അവരാ ക്ലാസ്, അവര് മദ്രസയിലെ സെയിം ക്ലാസ്, ഒരു പാവം പയ്യനാ.
അപ്പൊ ഞാൻ വിചാരിച്ചു ഇവതിപ്പൊ കണ്ടിട്ട് ഇനിയിപ്പോ ഇതൊരു പ്രശ്നമാക്കൂല വിചാരിച്ചു ഞാൻ വരെ മൈൻഡ് ആക്കിയില്ല. ഇവൻ പിറ്റേന്ന് തന്നെ അത് ക്യാബിനറ്റ്സിനോട് പോയി പറയടാ സമീർ ഇത് എവിടെ ഒളിപ്പിച്ച ഞാൻ കണ്ടുപിടിച്ചത്. എങ്ങനെയല്ലേ അത് മനസ്സിലായേ? ഇവര് ഒരു റാൻഡമായിട്ട് വന്ന് ചെക്ക് ചെയ്ത് അങ്ങനല്ല, ഇവര് നേരെ വന്ന്. അപ്പൊ ഞാനിങ്ങനെ ഇവരത് കൊറേ എടുത്ത് തന്നെ ഞാൻ ഫുൾ കോൺഫിഡൻസിൽ ഒരു നേരെ ബാഗ് പറഞ്ഞിട്ട് ഫേബർ കാസ്റ്റലിന്റെ എടുത്ത് ഇതൊക്കെ എടുത്ത ഒരൊറ്റ കൊടയില്. അപ്പഴേക്കും മനസ്സിലായി അന്ന് വാങ്ങി വെച്ചതാ സെമീർ അജുദിനൊന്ന് 5ാം ക്ലാസ് ഉണ്ട്. ഇത് അറ്റ്ലീസ്റ്റ് 5ാം ക്ലാസ് ആണെന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ 12th ഞങ്ങള് ചെക്കിങ്ങിന് പോയപ്പം ഞങ്ങള് പിടിച്ചോണ്ടിരുന്നത് എന്താന്ന് പറഞ്ഞാൽ റുബിക്സ് ക്യൂബ്, സ്പിന്നർ. ആ ടൈമില് ഭയങ്കര വേറൊരു കാര്യം പറയാം. 11th and 12th ഗേൾസ് സെക്ഷനില് ഫിഡ്ജറ്റ് സ്പിന്നർ റുബിക്സ്, ബോയ്സ് സെക്ഷൻ 11th and 12th മറ്റേ മിതുവാക്ക് സിഗരറ്റ് ഫ്ലേവർ ഫോൺ ഇങ്ങനത്തെ ബിഗ് ലെവൽ ഗെയിംസ് ആയിരുന്നു. അതെ, ഇവര് ഫിഡ്ജറ്റ് എനിക്കിപ്പോഴും ഇപ്പൊ നമ്മള് സ്റ്റാർട്ടിൽ പറഞ്ഞത് എന്റെ അമ്മ ടീച്ചറാണ് സ്കൂളിൽ തന്നെ. അപ്പൊ എന്റെ അമ്മ പ്രാവശ്യണ്ട് ഒരു റൂബിക്സ് ക്യൂബ് കുട്ടീന്റെ അടുത്ത് പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ഉമ്മന്റെ ബാഗിന് എന്തോ എടുക്കാൻ നിന്നപ്പോണ്ട് ഉമ്മന്റെ ബാഗില് ഈ റൂബിക്സ് ക്യൂബ്. അപ്പൊ ഇതേതോ പിടിച്ചത് ഗിഫ്റ്റ് ഒക്കെ. അപ്പൊ ഞാനിത് കണ്ടേ, ഞാൻ ഉമ്മയോട് ചോദിച്ചു ഇത് എവിടുന്നാന്ന് ചോദിച്ചു. ഒരുമാതിരി ഞാൻ ആ പേരന്റ് അതന്നെ. അപ്പൊ ഞാൻ ഉമ്മനോട് ചോദിച്ചത്, ഉമ്മ പറഞ്ഞ ഞാൻ ക്ലാസ് എടുത്തോണ്ട് നിൽക്കുമ്പോ ഏതോ കുട്ടി കളിക്കുന്നുണ്ടായിരുന്നു, അപ്പൊ ഞാനൊന്ന് പിടിച്ചെടുത്തതാന്നാണ്. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയപ്പോ ഒറിജിനൽ റൂബിക്സ് ക്യൂബിന്റെ ക്യൂബ്, അത് റൂബിക്സ് എന്ന ബ്രാൻഡ് ഉള്ള ക്യൂബ്, അതിന് വൻ വിലയാണ്. അപ്പൊ ഞാൻ ഉമ്മനോട് പറഞ്ഞേ അപ്പൊ ഇത് തിരിച്ചു കൊടുക്കുന്നില്ല. ഉമ്മ ഇല്ല, ഇത് തിരിച്ചു കൊടുക്കുന്നില്ല എന്നാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് ഉമ്മനോട് ഇത് റൂബിക്സിന്റെ ക്യൂബാണ്, ഇതിന് എത്ര വിലാന്ന് നിങ്ങൾക്ക് അറിയോ, എന്താ നിങ്ങൾ വിചാരിക്കുന്നത്, ഇത് ഈ കുട്ടിക്ക് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ അറിയട്ടെ. ഉമ്മ തിരിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ആയിരുന്നു സ്കൂൾ. സോ ഗേൾസ് സെക്ഷനിൽ ഉണ്ടായിരുന്ന one of the biggest drama എന്തായിരുന്നു, that's like related to boys relationships എന്നൊക്കെ ഉള്ള പോലെ. Don't have to mention the names, but what were the biggest dramas happening? എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ ലൈക്ക് ഒരിക്കലും നമ്മളിങ്ങനെ ബോയ്സ് ഗേൾസ് ഇങ്ങനെ കൂടുന്ന കാര്യമൊന്നും ഞങ്ങൾ അങ്ങനെ തിങ്ക് ചെയ്യുന്ന പോലെ ഒരു ടൈം അല്ലാത്തൊരു ടൈം ഉണ്ടായിരുന്നു. ലൈക്ക് 8th ഒക്കെ ലൈക്ക് ഹാങ്ങിങ് ഔട്ട് ഗേൾസ് ആൻഡ് ബോയ്സ്, ഇറ്റ് വാസ് എ ബിഗ് ഡീൽ സൗദിയിൽ. കാരണം പോലീസൊക്കെ കണ്ടാല് യു ആർ നോട്ട് സപ്പോസ് ടു ബി ഹിയർ, അങ്ങനെ നമ്മൾ പിരിച്ചു വിടുന്നു. പക്ഷെ 8th or 9th ഐ ഡോണ്ട് റിമെമ്പർ, ഇങ്ങനെ കുറെ പേര് മീറ്റ് ചെയ്തു, ബോയ്സ് ആൻഡ് ഗേൾസ് മീറ്റ് ചെയ്തു, അത് പിടിച്ചു, ഭയങ്കര പ്രശ്നമായി. എനിക്ക് തോന്നുന്നു ആരോ പോയി കംപ്ലൈന്റ് ചെയ്തു തോന്നുന്നു. എന്നിട്ട് അല്ല ആരോടാ കംപ്ലൈന്റ് ചെയ്ത, ടീച്ചേഴ്സിനോടോ പേരൻസിനോടോ അതോ അവിടുത്തെ സെക്യൂരിറ്റീസിനോടോ? അയ്യോ സെമീറിന്റെ സ്റ്റോറിയാണോ പറയുന്നത്? എന്റെ സ്റ്റോറി എന്നോട് ചോദിച്ചാ പോലെ ഞാൻ പറയൂല. ആ ഡ്രാമ റിലേറ്റഡ് ടു മീ അല്ലേ, അതാണ് എനിക്ക് പറയുന്നതിന് പ്രശ്നമില്ല, അത് ഞാൻ പറഞ്ഞോളാം. ബട്ട് നീ ഇൻഡൽജ് ആയിട്ടുള്ള ഡ്രാമാസ്, ഏഞ്ചല് പിള്ളേരുടെ ലഞ്ച് പോലും എടുക്കാത്ത ആളാണ്. ഏഞ്ചലിന് എന്ത് ഡ്രാമ ഉണ്ടാവുക? ഞാൻ ഇൻഡൽജ് ആയിട്ട് അതായത് ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ കോൺഫെസ്റ്റിഗേറ്റിംഗ് ആയിട്ടുള്ളവർക്ക് ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ മൊബൈൽ ഫോൺസ് ഒന്നും നമുക്ക് അലൗഡ് ആയിരുന്നില്ലല്ലോ. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ഫോൺ ഉണ്ട് എന്ന് അറിഞ്ഞു, ആൻഡ് ദെൻ നിങ്ങൾ ചെക്ക് ചെയ്യാൻ ടീച്ചേഴ്സ് പറയുകയും ചെയ്തു, ആൻഡ് ആ ഒരു ടൈമിൽ നിങ്ങൾ അത് എടുത്ത് കൊടുക്കുവോ ഓർ നിങ്ങളുടെ ഫ്രണ്ടിനെ സേവ് ചെയ്യും? മെയിൻ ആയിട്ട് ക്യാബിനറ്റ് മെമ്പേഴ്സ് ബോയ്സ് സെക്ഷനിലെ ഫോൺസ് ഒന്നും ചെക്ക് ചെയ്യാറില്ല. അതെ, അതൊക്കെ വോളണ്ടിയേഴ്സ് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. ഇവിടെ പോലീസ് ഉണ്ട്, പിന്നെ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട് എന്ന് പറയുന്നത്. എന്താ ഈ മാർവൽ മൂവീസില് ചെറിയ ലെവൽ ത്രെറ്റ്സ് വരുമ്പോ ഒന്നും ഫുൾ അവെഞ്ചേഴ്സ് വരും. അതെ, മറ്റേ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ഓരോ പോലെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വിട്ടിട്ടാണ് ഡീൽ ചെയ്യാ. അതേപോലെ ആയിരുന്നു. അപ്പൊ എന്താ ഇത് പിന്നെന്താന്ന് വെച്ചാല് കുറെ ആമ്പിള് സ്കൂളിന് ശേഷം ട്യൂഷനൊക്കെ ഞാൻ ഉൾപ്പെടെ നമ്മള് ട്യൂഷന് വേണ്ടി നമ്മള് സ്കൂൾ കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ വീട് ഭയങ്കര ദൂരമായിരുന്നു, തഹ്ലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയന്റെ അടുത്തായിരുന്നു. അപ്പം വീട്ടിലേക്ക് പോയി തിരിച്ച് ട്യൂഷന് സ്കൂളിന്റെ അതേ ഏരിയയിലേക്ക് വരുന്ന പ്രാക്ടിക്കൽ അല്ലായിരുന്നു. അപ്പൊ നമ്മൾക്ക് കയ്യിലൊരു ഫോം വേണ്ടത് അത്യാവശ്യമായിരുന്നു, നെസസിറ്റി. അപ്പൊ ഇത് എല്ലാ ടീച്ചേഴ്സിനും അറിയായിരുന്നു.
അപ്പൊ ടീച്ചേഴ്സ് അങ്ങനെ ഫോണൊന്നും ടീച്ചേഴ്സിന് അറിയായിരുന്നു ഇവര് ഫോൺ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ അവര് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ അവരൊന്നും ചെയ്യില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ടീച്ചറിന്റെ പേരും അറിയുന്നില്ല, പക്ഷെ എന്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു ഞാൻ 11th or 12th പഠിച്ചപ്പോ. അപ്പൊ മൂപ്പർക്ക് ഈ സാറിന് അറിയാം ഞാൻ ഫോൺ കൊണ്ടുവരുന്ന കാര്യം, പക്ഷെ ഞാൻ മൂപ്പരുടെ ട്യൂഷനാണ് പോകുന്നത്, വേറെ ട്യൂഷൻസിനും പോകുന്നുണ്ട്, ഞാൻ മിസ്യൂസ് ചെയ്യുന്നില്ല എന്ന് മൂപ്പർക്ക് അറിയാം. മിസ്യൂസ് ചെയ്യുന്നില്ലേ? അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം അപ്പൊ മൂപ്പര് ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട്, ഒന്നും പറയാറൊന്നുമില്ല. പിന്നെ ഒരു ദിവസം എന്തോ ഒരു സർക്കുലർ എന്തോ കൊണ്ടുവന്നു മൂപ്പര്. എന്നിട്ട് മൂപ്പര് പറഞ്ഞു ഇതിലെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കുന്ന് പറഞ്ഞു ക്ലാസ്സിന്ന് എന്നോട്. അപ്പൊ ഞാന് സ്മാർട്ടായി ചിന്തിച്ചിട്ട് ഞാൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് നേരെ ഫോട്ടോ എടുത്തു മൂപ്പരെ മുന്നിൽ. മൂപ്പര് ഒരു സെക്കൻഡ് ഇങ്ങനെ സൈഡിലേക്ക് നോക്കി, അതായത് വേറെയുള്ള പിള്ളേരുണ്ട്. ഞാൻ മണ്ടത്തരം കാണിച്ച്, അതായത് ഞാൻ ഫോൺ കൊണ്ടുവരുന്ന പ്രശ്നമില്ലായിരുന്നു, പക്ഷെ വേറെ കുട്ടികളുടെ മുന്നിൽ നിന്ന് ഞാനിങ്ങനെ ടീച്ചറിന്റെ മുന്നിൽ നിന്ന് ഫോണൊക്കെ എടുത്ത് ഫോട്ടോ എടുത്താല് കുട്ടികളെന്താ വിചാരിക്കാന്ന്. അപ്പൊ മൂപ്പരിങ്ങനെ ഞാൻ ഇതിനെന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് മൂപ്പര് പറഞ്ഞു ഫോൺ ഇതാ എന്റെ ഫോൺ കോൺഫിസ്കേറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ അന്ന് സ്കൂൾ കഴിയാൻ നേരം മൂപ്പർക്ക് അറിയാം എനിക്ക് ട്യൂഷന് പോകണമെന്ന്. മൂപ്പര് ഫോൺ തന്നിട്ട് പറഞ്ഞേ നീ ഫോൺ കൊണ്ടുവരുന്ന എല്ലാവർക്കും അറിയാം, പ്രശ്നമില്ല, കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ട്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കുട്ടികളെ മുന്നിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് ഫോഴ്സ്ഡ് ആവണം ഇത് പിടിക്കാനെന്നാണ്. ഞാൻ പറഞ്ഞ ശരിയാ, സോറി ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയായിരുന്നു നമ്മളുടെ ബോയ്സ് സെക്ഷനിലെ കഥകൾ. അങ്ങനെയാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു സിനാരിയോ വന്നപ്പോ ഏഞ്ചൽ എന്ത് ചെയ്യും? അതായത് ഗേൾസ് സ്കൂളിൽ അങ്ങനെയല്ല, ഫോൺ എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്തോ ബോംബൊക്കെ സ്കൂളിൽ കൊണ്ടുവരുന്നു. AK-47 കയറി ചെന്നാലും ചിലപ്പോ വലിയൊരു പ്രശ്നം. അപ്പം അതുപോലെ ഒരു ബിഗ് ഡീൽ ആയിരുന്നു ഞങ്ങൾക്ക്. അത് ചെക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഇത് ഉണ്ടെന്ന് പറയുന്നത് ഭയങ്കര ഒരു ബിഗ് ഡീൽ ആയിരുന്നു. അപ്പൊ എന്റെ ക്ലാസ്സിൽ ലൈക് പെട്ടെന്ന് ടീച്ചേഴ്സ് വന്നിട്ട് പറഞ്ഞു ക്ലാസ്സിൽ എല്ലാവരും ബാഗ് ചെക്ക് ചെയ്യണം, ആരും ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ക്ലാസ്സില് ലൈക്ക് ചാൻസ് ആയപ്പോ ഞാൻ ഇങ്ങനെ ഞങ്ങള് ഓരോ റോയിൽ ഓരോരുത്തർ പോയി, അവസാനം ഞാൻ പോയ റോയിൽ ലാസ്റ്റ് ലൈക്ക് സെക്കൻഡ് ലാസ്റ്റ് ഇരുന്നൊരു ബാഗ് ഞാൻ ചെക്ക് ചെയ്തോണ്ടിരുന്നു. ബാഗ് ചെക്ക് ചെയ്തു, ഞങ്ങക്ക് ടേബിളിൽ ഡെസ്ക് ഉണ്ട്, അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്തോണ്ടിരുന്നു. അപ്പൊ അവിടെ സാധനം എന്റെ കയ്യിൽ കിട്ടി. ഓക്കെ, ഡെസ്കിന്റെ ഉള്ളിൽ കൈ ഞാൻ തപ്പിയപ്പോ അവിടെ ഫോൺ ഉണ്ട്. അപ്പം ആ കുട്ടീനെ ക്ലോസ് ഫ്രണ്ട് അല്ലെങ്കിൽ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു പറയരുത് ഒരു മോറൽ ഡിലമ. ചുറ്റുമുള്ള എല്ലാരും പറഞ്ഞു ഏഞ്ചൽ കംപ്ലൈന്റ് ചെയ്യരുത്, എടുക്കരുത്. എനിക്ക് ആകെ ഫുൾ എന്താ ചെയ്യണ്ടേ, എത്തിക്സ് വിടണോ അതോ ഫ്രണ്ട്ഷിപ്പ്, ഞാൻ എനിക്ക് എന്താ ചെയ്യണ്ടേ? ബിക്കോസ് എനിക്കും ആ ഒരു പൊസിഷൻ ഭയങ്കര ഒരു ബിഗ് ഡീൽ ആയിരുന്നു. ഏഞ്ചൽ എന്ത് ചെയ്തു? ഫ്രണ്ട്സിനെ സ്നിച്ച് ചെയ്തോ? എന്നിട്ട് ടീച്ചറിന്റെ പെറ്റായോ? എത്തിക്കലി എത്തിക്സിനോട് ജസ്റ്റിസ് കാണിച്ചോ? അതോ തന്ന ബാഡ്ജിനെ ഉള്ള കൂറ് തെളിയിച്ചു? അതന്നല്ലേ എത്തിക്സ്. അതെ, രണ്ട് സെയിം അല്ലേ? ഞാൻ ആക്ച്വലി അപ്പൊ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ അത് കോൺഫെസ്റ്റിഗേറ്റ് ചെയ്തു. എനിക്ക് ഈ പോഡ്കാസ്റ്റിന് ഇങ്ങനെ ഫ്രണ്ട്സിനെ താല്പര്യമില്ല. ഞാൻ എനിക്ക് അതിന്റെ മീനിങ് മനസ്സിലായി. ഞാനിങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാം എന്താ പേജിൽ അപ്പൊ ഈ പറഞ്ഞപ്പോഴാണ് എനിക്ക് ക്ലിക്ക് ആയത്. അതായത് ഏഞ്ചൽ പിടിച്ച് ടീച്ചേഴ്സിന് ആ ഫോൺ കൊടുത്തു, ഫ്രണ്ടിന്റെ ആ ട്രസ്റ്റ് അങ്ങ് ബ്രേക്ക് ചെയ്തു. അതോടെ എല്ലാവർക്കും എന്നിലുള്ള ഒരു ട്രസ്റ്റ് പോയി. അതായത് എന്റെ ഓൺ ലൈക്ക് എന്റെ ആ മെയിൻ ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് വരെ എന്നോട് പറയാൻ ലൈക്ക് യൂത്ത് ഫെസ്റ്റിവലിന്റെ ടൈമിലൊക്കെ ഞങ്ങൾ കളർ ഡ്രസ് ഇടുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അവിടെ അവര് ഫോൺ കൊണ്ടുവന്നിട്ട് ഞാനില്ലാതെ അവര് ക്ലാസ്സിൽ പോയി ഫോട്ടോസ് എടുക്കുമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. അതായത് ഫ്രണ്ട്സ് ആവുമ്പം ആ ഒരു ടൈമിന് എനിക്ക് എന്താ ചെയ്തെന്ന് ഞാൻ അങ്ങനെ ചെയ്ത. ടൈം ഇച്ചിരി ലേറ്റ് ആയി പോയി ഏഞ്ചൽ, ഒരു 4 വർഷം ലേറ്റ് ആയി പോയി. പക്ഷെ ഫണ്ണി പാർട്ട് എന്താണെന്ന് ലാസ്റ്റ് ആയപ്പോ ഞാനും ഫോൺ കൊണ്ടുവരാൻ തുടങ്ങി. ബിക്കോസ് പറഞ്ഞതുപോലെ ബോത്ത്സ് ആയി, ഞങ്ങൾക്ക് ട്യൂഷൻസ് ഉണ്ടായിരുന്നു, വേറെ മൂവിയിലൊക്കെ ഉണ്ടാവില്ലേ സിസ്റ്റം ബ്രേക്ക്, പോലീസുകാരൻ വരും, പോലെ ഇത് നടപടിയാവുന്നപ്പോ ഹി ബിക്കംസ് എ പാർട്ട് ഓഫ് ദ സിസ്റ്റം. അതെ, നമ്മൾ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനും ഏഞ്ചലിനായിട്ട് സംസാരിച്ചുകൊണ്ട് ഏഞ്ചൽ പറഞ്ഞു നമ്മുടെ സ്കൂളിലെ എക്സാമിനേഷൻ
നടക്കുന്ന ടൈം എനിക്ക് ഓർമ്മ ഉണ്ടാവുന്നു. അപ്പൊ ഞാൻ അങ്ങനെ എന്താ പ്രത്യേകിച്ച് ബോർഡ് എക്സാംസ് ബോർഡ് എക്സാമിന്റെ ടൈം എനിക്ക് ഓർമ്മ ഉണ്ടോന്നല്ലോ. അപ്പൊ ഞാൻ മോനെ ഓർമ്മിപ്പിക്കല മോനെ ഞാൻ സയൻസ് എടുത്ത് ആകെ താളം തിരിച്ച് നടക്കുകയായിരുന്നു. അപ്പൊ ഏഞ്ചൽ പറഞ്ഞു അല്ല അപ്പൊ ബോയ്സും ഗേൾസും മിക്സ്ഡ് ആയിരുന്നു, അത് നിനക്ക് ഓർമ്മയില്ലേ? പഠിപ്പിന്റെ എങ്ങനെയെങ്കിലും പ്രയോറിറ്റീസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം എനിക്ക് ഓർമ്മയുണ്ട് ഒരു എക്സാം ആയിട്ട് ഇപ്പം പറയാ ഞാൻ എത്ര കൂട്ടി നോക്കിയിട്ട് പാസ് മാർക്ക്, അതായത് എഴുതിയ ഫുള്ള് ശരിയായാലും പാസ് മാർക്ക് ആ ടൈമിൽ എവിടെ ബോയ്സും ഗേൾസും മിക്സ്ഡ് ആയിരുന്നു. എനിക്ക് എന്താ ടൈമിൽ എന്ത് ബോയ്സ് എന്ത് എന്നോട് ചോദിക്കണേ. അതെ. അപ്പൊ ഏഞ്ചൽ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണ്, ഇങ്ങനെ ഞാൻ നമ്മള് ഗേൾസ് സെക്ഷനിൽ എനിക്ക് അറിയാവുന്ന കുറച്ച് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ എനിക്കിങ്ങനെ ഏഞ്ചൽ മെൻഷൻ ചെയ്തപ്പോഴാണ് ഇതൊക്കെ റീകോൾ ചെയ്ത് വരുന്നത്. അപ്പൊ ഏഞ്ചൽ പറഞ്ഞേ ബോയ്സ് എന്താ ഫോൺ നമ്പർ എഴുതിയിട്ട് ഫ്ലോറിൽ ഡ്രോപ്പ് ചെയ്യും. അതെ അതല്ല, അതായത് എന്താ അത്രക്ക് ഡെസ്പറേറ്റ് ആയിരുന്നു ബോയ്സും ഗേൾസും എന്നൊക്കെ ഉള്ള അങ്ങനെയൊക്കെ പറയും. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മളുടെ ബോയ്സ് ഉള്ളി POV എന്നാണ് കണ്ടിട്ടുള്ളത്. ഇത് വൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഒരു ഗേളിന്റെ POV എന്ന് കിട്ടിയാല്. അപ്പൊ നമ്മള് പോഡ്കാസ്റ്റിൽ വന്നിട്ട് നമ്മള് നമ്മളുടെ സ്കൂൾ എക്സ്പീരിയൻസസ് ഒക്കെ ഒരു ഗേൾ POV എന്ന് പറയാം. നമുക്ക് ഏഞ്ചലിനെ കൊണ്ടുവരാൻ അങ്ങനെ ഏഞ്ചലിനെ മനസ്സോടെ ഞങ്ങളിവിടെ കെട്ടിപ്പിടിച്ച് ഇവിടെ തലക്കൊരു തോക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇരുന്ന് റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നത്. സോ ഏഞ്ചൽ പറയും നമ്മളെ ബോയ് ഗേൾ ഡൈനാമിക്സ്, അത് ഒരു സൗദി അറേബ്യ പോലത്തെ ഒരു രാജ്യത്ത് ബോയ്സിനും ഗേൾസിനും തമ്മിൽ കാണാൻ പറ്റാതെ അങ്ങനെ വളരുമ്പോ നടക്കുന്നത് എന്താണ്? അതായത് ഇങ്ങനെ കാണാൻ കിട്ടുന്ന ഒരു ചാൻസ് ഭയങ്കരമായിട്ട് അവര് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റോടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ലൈക്ക് അങ്ങനെ ഒരു ഇതായിരുന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. ഏഞ്ചൽ ഉണ്ടായിരുന്നോ? ഞാൻ ക്യാബിനറ്റ് മെമ്പർ ഇത് പാടില്ല എന്ന് പറയുന്നത്. പിന്നെ ടീച്ചേഴ്സ് പറ്റായിരുന്നു. അപ്പം ഇപ്പൊ ഞങ്ങക്ക് ഇങ്ങനെ കോമൺ പ്രോഗ്രാംസ് റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ. അപ്പം ഇതിൽ ഇൻവോൾവ് ആവാനും പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് അങ്ങനെ ഇൻവോൾവ് ആയ പ്രാക്ടീസിന് പോകാൻ പറ്റും. പ്രാക്ടീസ് ലൈക് ഗേൾസ് സെക്ഷനിൽ നിന്ന് ബസ് പിടിച്ച് ലൈക് ബോയ്സ് സെക്ഷനിൽ പോയി ഇത്ര ടൈമിന് അവിടെ ഉണ്ടാവും. അപ്പം അവിടെ ചെല്ലുമ്പോ ഇതിപ്പോ ഗേൾസിന്റെ സൈഡിൽ മാത്രമല്ല, ഞങ്ങള് നോക്കുമ്പോ ബോയ്സിന് ഭയങ്കര ഇതാണ് ഓടി വന്ന് ഇങ്ങനെ അത് ഇവരായിരിക്കും വെറുതെ പറയുന്നതാ. എന്താ ലൈക്ക് നോക്കിയിരിക്കും എങ്ങനെയെങ്കിലും എവിടുന്നേലും അറിഞ്ഞു കഴിഞ്ഞാൽ ഗേൾസ് ഇന്ന് പ്രാക്ടീസിന് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാരും ഓടി മറ്റേ വിൻഡോയിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും വരുന്നുണ്ടോ എന്ന് അറിയാൻ. ശരിയാണ്. ബോയ്സിന്റെ ഞാൻ പറഞ്ഞുതരാം, 2 types ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് ഈ മല്ലൂസ് ഇവരൊക്കെ നമ്മളേലും ഈ ചെക്കന്മാരേലും ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ നമ്മളെന്താ ചെയ്യാ മാക്സിമം നല്ല നീറ്റിൽ ഡ്രസ് ചെയ്ത് കുളിച്ചാലും മുടിയൊക്കെ വേറെ നല്ല നീറ്റ് റെപ്രസെന്റേഷൻ. പ്രാക്ടീസ് അത്ലറ്റിക്സ് കണ്ട് വെയിലൊക്കെ കൊണ്ട് ആകെ ഇരുണ്ടിട്ടൊക്കെ ആയിരിക്കും. സെമീർ വന്നിട്ട് ബാത്റൂം പോയിട്ട് ടാൽക് പൗഡർ ഒക്കെ എടുത്ത് ഇങ്ങനെ തേക്കും. ഡീടാൻ ചെയ്യണ്ടേ? ചെയ്യുന്ന ഗേൾസ് വിൽ സപ്പോർട്ട് മീ. നമ്മള് ടാൽക് പൗഡർ ഒക്കെ തേക്കും. അതായത് ഗേൾസിന്റെ മുന്നിൽ കാണുമ്പോ നമ്മളൊരു ലുക്ക് വേണല്ലോ. ഇവിടെ സെറാവി ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? പിക്കപ്പ് ലൈൻ. ഇപ്പൊ നീ ഹിദായന്റെ ബാത്റൂം പോയപ്പോ കണ്ടതല്ല അല്ല സെറാവി എന്താ കാരണം എന്ന് വെച്ചാല് എന്റെ വീട്ടിക്ക് മറ്റേ ക്ലാസ്സിലുള്ള ഗ്രേസ് വന്നപ്പോഴും വാഷ്റൂമില് മറ്റേ റൂംമേറ്റിന്റെ സെറാവി അവള് ഇങ്ങനെ ഫുള്ള് സെറാവി ഉപയോഗിക്കണ ആരാ ഇവിടെ? അതായത് സെറാവി ഉപയോഗിക്കണവർക്ക് വേറൊരു ഏഞ്ചല് വീട്ടിക്ക് വന്നപ്പോൾ സെയിം ചോദിച്ചിരുന്നു സെറാവി ഉപയോഗിക്കണ ആരാ ഇവിടെ ഉള്ളത്. അപ്പോഴാണ് എനിക്ക് ഇവിടെ എത്തിയിട്ട് മനസ്സിലായി ഒരു ബ്രാൻഡ് ഉണ്ട്. സെറാവി എന്ന് പറഞ്ഞാൽ സ്കിൻ കെയറിൽ ഒരു ആപ്പിളാണ്. കണ്ടിന്യൂ. അപ്പം ബോയ്സിന്റെ ഒന്ന് ഇങ്ങനെ മല്ലൂസൊക്കെ ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ, പിന്നെ കുറച്ച് നോർത്ത് ഈസ്റ്റ് അല്ലെ ഹൈദരാബാദീസ് ഒക്കെയാണ് ഒരു ഫുള്ള് ചങ്കുമായിട്ട്, അതായത് ഉള്ളവ എങ്ങനെ മോഡലാക്കാൻ നോക്കുക അങ്ങനെ ഒരു പറ്റുള്ളൂ യൂണിഫോമില്. അപ്പൊ ചിലവര് ബ്ലൂ ജീൻസ് ഇടും, ബ്ലൂ പാന്റ് ഉണ്ടാക്കാന്. ചിലവര് ബ്ലാക്ക് ഷൂസ് ഒഴിവാക്കിയിട്ട് കുറച്ചൊരു ട്രെൻഡി ഷൂസ് ഇടും. ചിലവര് മുട്ടിയൊക്കെ ഫുൾ സെറ്റപ്പ് ആക്കി. പിന്നെ തണുപ്പിന്റെ ഒരു കാണുമ്പോ ഹൂഡി ജാക്കറ്റ് ഒക്കെ ഇട്ടായിരിക്കും. പക്ഷെ ഇവര് ഹൂഡി എന്തൊക്കെ ഇട്ട് വരും. അപ്പൊ ഇവര് അങ്ങനത്തെ ഒരു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ടെങ്കിൽ വല്ല ജാക്കറ്റുകളൊക്കെ ഇട്ട് വന്ന് അങ്ങനെ 2 types ഓഫ് പീപ്പിൾ. സോ ബോയ് സെക്ഷൻ ഓൾസോ
It was pretty much the same. അതെ. അപ്പം എനിക്കിപ്പോ ഏറ്റവും ലൈക്ക് ഒരു ഓർത്തിരുന്ന് ഞാൻ ഇപ്പോഴും ചിരിക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ റിപ്പബ്ലിക് ഡേയുടെ ടൈമില് മെയിൻ ഇവന്റ് നടക്കുമ്പം എല്ലാരും ഭയങ്കര ഒരുങ്ങി അങ്ങനെ വരും, ലൈക്ക് ബോയ്സ് ആണെങ്കിലും. അപ്പം ഗേൾസ് ഇപ്പം ലൈക്ക് ഞങ്ങള് പ്രോഗ്രാമിൽ ഉണ്ടെങ്കിലും ഞങ്ങള് യൂണിഫോം തന്നെ ഇട്ടോണ്ടാ നിക്കണേ. അപ്പം ഇപ്പൊ ഈ ഒരു എന്താ ഇവരുടെ ഒരു എൻട്രൻസ് ഏരിയ ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ ലൈക്ക് ഇങ്ങനെ നോക്കിയിരിക്കും, ഇങ്ങനെ ഇങ്ങനെ നിക്കും കാണാൻ വേണ്ടി. എന്നിട്ട് എന്തോ ഭയങ്കര ക്രൗഡഡ് ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കുന്നുണ്ട്, സെക്യൂരിറ്റി ലിറ്ററലി ഒരു സ്റ്റിക്ക് എടുത്ത് വന്നിട്ട് പുറകെ നോക്കി അകത്ത് കയറ്റി. എന്റെ സ്കൂളിൽ നിന്നായിരുന്നു പറയാൻ ലജ്ജാ. സംഭവം എന്താന്ന് വെച്ചാല് ഇവര് ബോയ്സും ഗേൾസും തീരെ മീറ്റ് ചെയ്യിപ്പിക്കാതെ ചെറിയ ചാൻസ് കിട്ടുമ്പോ മാക്സിമം അങ്ങോട്ട് കരിമ്പ് ജ്യൂസ് ഒക്കെ കരിമ്പിന്റെ ആ മെഷീനിലെ ഇട്ടിട്ട് എടുക്കുന്ന ചാൻസ് ഒക്കെ യൂസ്. ഞാൻ സൗദിന്ന് കാനഡയിലേക്ക് വരാന്ന് പറഞ്ഞു. അപ്പം എന്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. എന്റെ അങ്കിള് പറഞ്ഞു, ഓ ഇനി ഇത്ര കാലം കൂട്ടിലിട്ട തത്ത തുറന്നു വിട്ട പോലെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഏഞ്ചലിന്റെ മറ്റേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലോ, മറ്റേ എക്സാം ഹാളില് ബാഗിന്റെ ഉള്ളില് ഇവര്. അതായത് ഞങ്ങക്ക് ബോർഡ് എക്സാംസ്, ഞാൻ പറയുന്നത് ബോർഡ് എക്സാംസ് എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങള് ജൂനിയേഴ്സ് ആയിട്ടിരുന്നാലും സീനിയേഴ്സ് ബോയ്സും ഗേൾസും അവരുടെ എക്സാം കഴിഞ്ഞ് ഒരുമിച്ചായിരിക്കും ബസ്സിൽ വരിക. സോ ഞങ്ങള് ഇറങ്ങുന്ന ടൈമില് ഞങ്ങളുടെ ഗോയിങ് ലൈക്ക് വീട്ടിൽ പോകുന്ന ടൈമില് ബോയ്സും ബസ്സിലുണ്ടാവും. അപ്പൊ ഇപ്പം സപ്പോസ് റിലേഷൻഷിപ്പിലായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും, ലൈക്ക് ഓക്കെ ഇന്ന് വരും. അപ്പൊ കാണാനായിട്ട് ഇങ്ങനെ ഒരു ക്യൂ ആയിട്ട് ഇങ്ങനെ പോയി നിൽക്കും. ലൈക്ക് ബസ്സിന്റെ ഫ്രണ്ടിൽ ഒന്ന് കാണാൻ ആ ഒരു ജസ്റ്റ് ഒരു മൊമെന്റ് അത് കാണാൻ കിട്ടാൻ വേണ്ടിട്ട് പോയി നിക്കുക. ബസ്സിന്റെ ചുറ്റും ഇങ്ങനെ നടക്കും കാണാൻ വേണ്ടിട്ട്. എന്നിട്ട് എന്താ തിരിച്ചു പോവാ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. വേറൊന്ന്, ഞങ്ങൾ ഫൈനലി ബോർഡ് എക്സാം എഴുതിയപ്പോ ഞങ്ങൾക്ക് ബോയ്സ് സെക്ഷനിൽ പോണം. അപ്പൊ ലൈക്ക് ഞങ്ങള് എക്സാം ടൈമിൽ നമുക്ക് ബാഗ്സ് എല്ലാം പുറത്ത് വെക്കണം. ഞങ്ങൾക്ക് എന്തോ ഒരു ഇതിങ്ങനെ കിട്ടി. ലൈക്ക് തിരിച്ച് ഞങ്ങൾ സ്കൂളിൽ വന്നപ്പം ബാഗ്സ് ചെക്ക് ചെയ്യ്, കാർഡ്സ് ലൈക്ക് ലൈക്ക് എന്തോ കാർഡ്സ് പേപ്പേഴ്സ് എന്തൊക്കെയോ ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കണം, ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു സംഭവം കിട്ടി. അങ്ങനെ ഞങ്ങൾ ബാഗ് ചെക്ക് ചെയ്തപ്പോ കുറെ നോട്ട്സിൽ നമ്പർ, കാർഡ്സിൽ ഓരോ ഇതൊക്കെ ഇൻസ്റ്റഗ്രാമുള്ള കാര്യം ലാസ്റ്റ് നമ്പർ 713 കിട്ടിയിരുന്നു. പറയുന്നില്ല, അത് ചിലപ്പുണ്ടാവും. അപ്പം അത് വേറൊരു ലൈക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബോർഡ് എക്സാം. അത് നമ്മള് എക്സാം ആണെങ്കിലും ഈ ഒരു എക്സൈറ്റ്മെന്റ് പാർട്ട് ഉണ്ട് ലാസ്റ്റില്. കാണാൻ പറ്റും ബസ്സിൽ പോകുന്നതൊക്കെ, ഗേൾസ് വെയിറ്റ് ചെയ്തൊക്കെ പോകുന്നതും ബോയ്സ് വെയിറ്റ് ചെയ്ത് അങ്ങനത്തെ കുറെ ഇത്. പിന്നെ ഒരു മെയിൻ ഇവന്റ് ആയിരുന്നു HECF എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷണൽ എന്താ പറയാ സ്റ്റഡി അബ്രോഡിനൊക്കെ വേണ്ടി നോക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ഇതിനുണ്ടാവും. ഓരോ കോളേജസും ഒക്കെ അബ്രോഡിലുള്ള വന്നിട്ട് അവർക്ക് സ്റ്റോളൊക്കെ ഉണ്ടായിട്ടുള്ള വലിയൊരു ഇവന്റ് ആയിരുന്നു. അതെ, വലിയ ഹോട്ടലൊക്കെ വെച്ചിട്ട് എല്ലാ സ്റ്റുഡൻസും മാരിയോട്ടിലൊക്കെ വെച്ചല്ലേ? അല്ലല്ല, തഹലിയ എടുത്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയത്. എന്റെ വീടിന്റെ അടുത്തായിരുന്നു, അതാ ഞാൻ പോയത്. ഓക്കെ, അപ്പം ആ ഇവന്റും ഇതുപോലെ ഓക്കെ മനസ്സിലായി. ലൈക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാൻ പറ്റും, രണ്ടുപേരും ഉണ്ടാവും. അപ്പൊ എല്ലാരും പോവും. എന്നിട്ട് അന്ന് എന്തോ ഇങ്ങനെ അവിടെ ആക്ച്വലി സൗദിയിൽ അലൗഡ് അല്ല ബോയ്സ് ആൻഡ് ഗേൾസ് ഇവന്റ് കൂടുന്നത്. അപ്പൊ ഫൈനലി ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും എന്തൊക്കെയോ പ്രോബ്ലംസ് ആവാൻ തുടങ്ങി. അപ്പോഴാണ് ഇത് ഫുൾ ഇങ്ങനെ എന്താ ഫുൾ ഭയങ്കര ക്രൗഡഡും ആകെ മൊത്തൊരു ബഹളം. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഗേൾസ്, അപ്പോഴാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാനും മീറ്റ് ചെയ്ത് ആരും ശ്രദ്ധിക്കില്ല. അപ്പൊ ലൈക്ക് ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലൊക്കെ ആ സൈഡിലൊക്കെ പോയി കാണുക. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഫണ്ണി ആയിട്ടുള്ളത്, ഞങ്ങൾ ഇതിലൊന്നും ഇൻവോൾവ് അല്ല. ഇതിന് ഞാനില്ല, എവിടെന്നോ കേട്ടു. ഞാൻ സ്കൂളിൽ അങ്ങനെ ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിലേക്ക് ഹിദായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇൻവോൾവ് അല്ല, ഞങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ഇരുന്ന് കാണത്തേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്കൊക്കെ താഴെ ഇങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കുറെ നോട്ട്സ്, കോൾ മീ എന്നൊക്കെ പറഞ്ഞ് നമ്പർ എഴുതിയിടുക, ഓരോ ചിപ്സ് ഒക്കെ എഴുതിയിടുക. ഇതൊക്കെ കണ്ടിട്ട് എന്താ പിള്ളേർ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങള് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റിലേഷൻഷിപ്പിലായുള്ളവര് ഈ ഒരു ടൈം ഗ്യാപ്പ് കിട്ടി അവര് പോയി അതായത് എന്താന്ന് വെച്ചാല് അവര് പേരന്റ്സിനോട് പറയും ഞങ്ങൾ ഈ എഡ്യൂക്കേഷണൽ എക്സിബിഷനാണ് പോകുന്നത്, കരിയർ ഗൈഡൻസിനാണ് പോകുന്നത്. എന്നിട്ട് അവർ അവിടെ എത്തിക്കഴിഞ്ഞാല് അവിടെ
പേരൻസ് കണ്ടാലും അവരെല്ലാം അറിയും. പ്രായം കഴിഞ്ഞ് വന്നല്ലേ. പക്ഷെ ഞാനിതിൽ ഇൻവോൾവ് അല്ല. മമ്മി ഡാഡി അപ്പൊ ഇവരെങ്ങനൊക്കെ പറയുന്നുണ്ട്, ഞാനങ്ങനെ കേട്ടിട്ടുമുണ്ട്. അല്ലാതെ അപ്പൊ ഞാൻ HCF പോയിരുന്നു. അതായത് ആ ഒരു ടൈമില് ഇതേപോലെ തന്നെ അതെ എനിക്ക് മറിച്ചൊക്കെ. അതായത് ചില ആൾക്കാർ ഇന്റൻഷൻസ് ഇവരെ ഗേൾ ഫ്രണ്ട്സിനും ബോയ് ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യാൻ ഇന്റൻഷൻ ആക്ച്വലി ആ കരിയർ ഞാൻ കേട്ടു ഇങ്ങനെ HCF എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് നടക്കുന്നുണ്ട്. അവിടെ എന്താ ഇങ്ങനെ സ്റ്റഡി അബ്രോഡിന് എന്റെ ആണെങ്കിൽ ഏറ്റവും വലിയ ഡ്രീം ആ സ്റ്റഡി അബ്രോഡ്. അപ്പൊ ഈ സ്റ്റഡി അബ്രോഡിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ പഠിക്കണം. പിന്നെ എന്നോട് വേറൊരു ഈ കുറെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ചില നേർഡ് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇങ്ങനെ സ്റ്റഡി അബ്രോഡ് ഇതുണ്ടെന്നാണ്. വേറെ കുറച്ച് ഗ്രൂപ്പ്സ് ഒക്കെ പറഞ്ഞു അവിടെ ചിക്സ് വരുന്നുണ്ട്, പെൺകുട്ടികൾ വരുന്നുണ്ട്, പ്രയോറിറ്റി. അപ്പൊ ഞാൻ ഒരു വെടിക്ക് 2 പക്ഷി. എനിക്ക് കുറച്ച് ആൾക്കാർ കാണാണ്ടായിരുന്നു. അപ്പൊ ഞാനങ്ങനെ അതിന് പോയി. ഞാൻ കരിയർ ഗൈഡൻസ് ഈ സംഭവമൊക്കെ നോക്കി സ്റ്റാർട്ട് ചെയ്യപ്പോൾ അന്ന് കാനഡ ഒക്കെ നോക്കിയതുകൊണ്ട് ഇപ്പൊ ഇവിടെ എത്താനായി. അതെ, അപ്പൊ ഞാൻ അത് കണ്ട് പിന്നെ കുറച്ചുപേരെ മീറ്റ് ചെയ്യാണ്ടായിരുന്നു. മീറ്റ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോന്നു. എന്റെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ് കാണുന്നത് കുട്ടികളൊക്കെ കൈവിട്ടു പോയി. പോലീസ് ഏതൊക്കെ പെൺപിള്ളേര് ഏതൊക്കെ ആൺപിള്ളേരുടെ കൂടെ ടാക്സി കയറുന്ന പോയി എങ്ങോട്ടൊക്കെ പോകുന്ന കണ്ടു. അത് പിടിക്കപ്പെട്ടു. ഇത് വൻ സീനായി. ഇനി HCF നടത്തുന്നില്ല HCF നടന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ ഞാൻ പോയതിനു ശേഷമല്ല സംഭവിച്ചത്. കാരണം എനിക്ക് ഓർമ്മ ഉണ്ട് ലൈക്ക് അന്നത്തെ ബിഗ്ഗസ്റ്റ് ഡ്രാമ എന്താന്ന് വെച്ചാല് അന്ന് ഈവനിങ് ആയിട്ട് നമുക്ക് മറ്റേ അല്ല അത് മോർണിംഗ് ആയിരുന്നു ഇവന്റ്. ഈ ഇവന്റ് അന്ന് ഉച്ച ടൈമില് ഇവന്റ് ഉച്ച ടൈമിലാണ് നടക്കുന്നത്. എന്നിട്ട് അന്ന് ഈവനിങ് ആയിട്ട് നമുക്ക് ഫുട്ബോളിന്റെ ഒരു ഫൈനൽസ് എന്തോ ഉണ്ട്. അപ്പൊ എനിക്ക് ഈ ഇവന്റിന് പോവാൻ പറ്റും. ഐ മീൻ ഐ ചോസ് നോട്ട് ടു ഗോ. കാരണം ആ ഇവന്റിന് പോയ അത്രയും എനർജി ലോസ്. അപ്പൊ ഫൈനലിൽ ശരിക്കും കളിക്കാൻ പറ്റില്ല. പിന്നെ ഫൈനലൊക്കെ ഉള്ള ദിവസം നമ്മൾ ഫുഡ് വരെ ഉച്ചക്ക് കഴിക്കുമ്പോ ചോറൊന്നും കഴിക്കൂല, സംതിങ് ലൈറ്റ് ആയിട്ടൊക്കെ. അങ്ങനെ ഭയങ്കര പ്രിപ്പറേഷൻസ് ഒക്കെ. അപ്പം അതല്ല മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ ലൈക്ക് വെൻ ഐ വാസ് ഡേറ്റിംഗ് 12th ടൈമില് എന്റെ അന്ന് ഡേറ്റ് ചെയ്ത ആ കുട്ടി ഈ ഇവന്റിന് വന്നേ. എന്നിട്ട് വി ആക്ച്വലി ഫോട്ട് ബിക്കോസ് നമ്മളെ ടീമിൽ ഉണ്ടായിരുന്ന കുറച്ച് മെയിൻ പ്ലേയേഴ്സ്, അത് ടീമിന്റെ ക്യാപ്റ്റൻ അടക്കം ഇവര് ലൈക്ക് ഇങ്ങനെ ടു ചിൽ വിത്ത് ദെയർ ഫ്രണ്ട്സ്. സോ മെയിൻ ആയിട്ട് അടി ഉണ്ടാവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഈ ഇവന്റില് നമ്മൾ ആ ഫൈനലിൽ കളിക്കാൻ പോകുന്ന ടീമിലെ ഇവന്റിലെ കുറച്ച് മെയിൻ പ്ലേയേഴ്സ്, ഇവന്റെ ക്യാപ്റ്റൻ, അവര് ഈ ഇവന്റ് അറ്റൻഡ് ചെയ്തിരുന്നു ടു മീറ്റ് സം ഓഫ് ദെയർ ഫ്രണ്ട്സ്. ഞാൻ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ഇല്ല. ഇതിനൊന്ന് വന്നാല് ഇത് ഇങ്ങനെ ബാധിക്കും അങ്ങനെ ബാധിക്കും. അത് ലൈക്ക് ഇവർക്ക് തീരെ ഇഷ്ടമായിരുന്നു. ഇന്നെങ്കാട്ടും വലിയ മെയിൻ പ്ലേയേഴ്സ് ഈ ഇവന്റ് പിന്നെ അങ്ങനെ വൻ സീരിയസ് 2-3 ദിവസം അടി പോയിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ ഐ റിമെമ്പർ ദിസ് ഇവന്റ്. പക്ഷെ അത് കഴിഞ്ഞ സമീർ ഒരു ഇവന്റ് മിസ് ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ യൂഷ്വലി ഇതേപോലെ മെന്റലിസ്റ്റ് ആദ്യ നമുക്കൊന്നും ഇവന്റ്സിന് പോകേണ്ട ആവശ്യമില്ല. മീറ്റ് ചെയ്യണമെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മെന്റലിസ്റ്റ് ആദ്യം ജിദ്ദയില് വന്നിട്ടുണ്ടായിരുന്നു ഒരു മെന്റലിസം ഷോ. ഭയങ്കര സക്സസ്ഫുൾ ഇവന്റ് ആയിരുന്നു. അന്നും ഇതേപോലെ പിറ്റേന്ന് എന്തോ മാച്ചോ അല്ലെ നൈറ്റ് എന്തോ മാച്ച് ഉണ്ടായിട്ട് ഇത് മോർണിംഗ് ടു ഈവനിങ് ഇവന്റ്. അന്നും ഇതേപോലെ ഞാൻ ഇവന്റ് മിസ്സാക്കി. അന്നും ഇതേപോലെ ഞങ്ങളുടെ ടീമിലെ എല്ലാ മെയിൻ പ്ലേയേഴ്സും ക്യാപ്റ്റനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അന്നും ഇതേപോലെ അടി ഉണ്ടായിട്ട്. സോ എനിക്ക് അതൊരു യൂഷ്വൽ തിങ് ആയിരുന്നു, നോട്ട് ഗോയിങ് ടു ഇവന്റ്സ്. ബിക്കോസ് ഫോർ ദിസ് ലൈഫ് യു ഗോtta pay for the team. The team is you are the team. അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു. നന്നായിട്ടുണ്ട്, ആൾക്കാരെ വിശ്വസിപ്പിച്ചു. കണ്ടുപൊടിയിടാനാണെങ്കിലും അത് കഴിഞ്ഞ് വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്. നമ്മളെ സ്കൂളില് എന്താ വേൾഡ്സ് ലാർജസ്റ്റ് പിക്ചർ മൊസൈക്കിന്റെ ഹ്യൂമൻ പിക്ചർ മൊസൈക്കിന്റെ എന്താ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരുന്നു. ആ ഇവന്റിനെ കുറിച്ചാണ്, അതിനെ കുറിച്ച് നമ്മൾ ഫുൾ എപ്പിസോഡ് ചെയ്യുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനെ കുറിച്ചാണ് ഏഞ്ചൽ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഇവന്റ് എല്ലാം നടന്നു. ഇതും അതുപോലെ തന്നെയായിരുന്നു. ഇതിന്റെ പ്രാക്ടീസ് ഭയങ്കര ബിഗ് ഡീലാണ്. ബിക്കോസ് നമുക്ക് ബോയ് സെക്ഷനിൽ വരാം. അപ്പം ഫൈനലി ഇവന്റിന്റെ ദിവസം ലൈക്ക് ഈ അബായ കളർ ഇട്ടുണ്ട് വരാം. അപ്പൊ കാരണം
എത്ര 11,000 പിള്ളേരോ 10,000 പിള്ളേർ എന്തോ 8,000 9,000 പിള്ളേരെ വെച്ചിട്ടാണ് നമ്മൾ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തത്. അതെ, അപ്പൊ അതില് അപ്പൊ ഇത്രയും പിള്ളേരെ ഗേൾസ് യൂണിഫോം ആകുമ്പോ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മറ്റേ പർദ്ദ അബായ ഇടുമ്പോ ലൈക് ഞങ്ങൾ ആ ഒരു ടൈമില് കളേർഡ് അബായ ഭയങ്കര ട്രെൻഡ് ആയിരുന്നു. ബ്ലൂ അബായസ് എസ്പെഷ്യലി ആൻഡ് ഷെല്ലാൽ തീം പാർക്ക് അതായിരുന്നു അന്നത്തെ മെയിൻ. എന്റെ പ്രിഫറൻസ്. അങ്ങനെ ലൈക്ക് ഇങ്ങനെ പറഞ്ഞു വെക്കും ഞാൻ ഈ അബായ ഇട്ടിട്ടാണ് വരിക. അപ്പൊ ലൈക്ക് അപ്പൊ അവർക്ക് റെഫറൻസിൽ ഇങ്ങനെ നോക്കാൻ പറ്റും, ഓക്കെ ഈ അബായ തപ്പാനൊക്കെ പറ്റും. അപ്പൊ ഈ ഇവന്റ് കഴിഞ്ഞതിന് ശേഷം ഗേൾസ് എല്ലാം ബോയ്സ് ഓഡിറ്റോറിയത്തിലോട്ട് പോകണം, ബോയ്സ് എല്ലാം സ്കൂളിനകത്തോട്ട് പോകണം. അപ്പൊ ഇതൊന്ന് ഡിസ്പേഴ്സൽ ഭയങ്കര ടഫ് ആയിരുന്നു. ബിക്കോസ് ഞങ്ങൾ ക്യാബിനറ്റ് മെമ്പേഴ്സ് ആണ്. ടൈമില് ഞാൻ ആ ഡിസ്പ്യൂട്ടൊക്കെ ഓക്കെ അപ്പൊ ഇവരെ സേഫ്ലി എല്ലാരെയും ലൈക്ക് ഓഡിറ്റോറിയത്തിലോട്ട് ലൈക്ക് കൊണ്ടുപോകണം. അതിന് എന്തൊക്കെ പറഞ്ഞിട്ടും ലൈക്ക് പോകുന്നില്ല, വെയിറ്റിംഗ്. അപ്പൊ ഞങ്ങളിത് കഷ്ടപ്പെട്ട് ദേഷ്യം വന്ന് വെയിലത്തൊക്കെ ഇങ്ങനെ നിക്ക. അപ്പൊ ഒന്ന് പോകും എവിടെ തിരിഞ്ഞ് ലൈക്ക് ഇങ്ങനെ നോക്കാണ് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ. അങ്ങനെ ഫുൾ എന്താ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ദർശന സുഖം. ദർശനോ പുണ്യം സ്പർശനോ പാപം എന്നാണല്ലോ. കേട്ടിട്ടുണ്ട്, ഞാൻ പറയുന്ന പോഡ്കാസ്റ്റിൽ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ അത് ഭയങ്കര ഒരു മെമ്മറബിൾ. ഞാൻ വഴക്കൊക്കെ പറഞ്ഞു, ബിക്കോസ് ഞാൻ അങ്ങനെയല്ലായിരുന്നു, ഞാൻ ക്യാബിനറ്റ് മെമ്പർ. അപ്പൊ ഞാൻ വഴക്കൊക്കെ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇതായത് എന്താ നിങ്ങൾ കണ്ടിട്ടില്ലേ ബോയ്സിന്, ഇത് എന്താ സംഭവം ഒരു സാഡ് അവസ്ഥയാണ്. ബിഹേവിയർ ഒക്കെ നാട്ടില് ജനിച്ചു വളർന്ന ആൾക്കാരത് കാണാണ് ഓരിങ്ങനെ ഫുള്ള് എന്താണ് മനുഷ്യന്മാരെ. എക്സാക്ട്ലി. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഒന്ന് ആ ഒരു ടെൻഡർ ഏജ് പ്യൂബർട്ടി ഹിയറിംഗ് ആ ഒരു സംഭവം, പിന്നെ മൂവീസ് കാണുക, പിന്നെ അവിടെ ഉള്ള ലൈക്ക് നമ്മളെ ആ ഒരു ബാച്ചിലുള്ള പിള്ളേരൊക്കെ നമ്മൾ ഈ ക്രിഞ്ച് ഇന്ത്യൻ മൂവീസിനെക്കാട്ടി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അവരിങ്ങനെ നെറ്റ്ഫ്ലിക്സിലുള്ള സീരീസും അതും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കൊറിയൻ ഡ്രാമാസും കാര്യങ്ങളൊക്കെ. അപ്പം ദർ ഓൾ ഫിൽ വിത്ത് ക്യൂട്ട് മൊമെന്റ്സ്. ഇപ്പൊ ബോയ്സ് ആണെങ്കിലും ഇങ്ങനെ സീരീസ് ഒക്കെ കാണാം. അപ്പൊ ഇവർക്ക് ഫുള്ള് ഈ ഒരു എൻവിറോൺമെന്റ് ഇവരെ ഹെഡിൽ ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ ഇവരെ ക്ലാസ്മേറ്റ്സ് ഒക്കെ പറഞ്ഞാൽ ഫുൾ നമ്മള് ബോയ്സ് ഒള്ളി ഗേൾസ് ഒള്ളി സ്കൂൾ. അപ്പൊ ചെറിയ നിമിഷങ്ങൾ അവരൊന്ന് പക്ഷെ ഇതൊക്കെ പറയുമ്പോ എല്ലാരും ഓർക്കും ഇവരെന്താ ഇത്ര ഡെസ്പറേറ്റ്, ഇത് ബോയ്സിനും ഗേൾസിനും കാണാൻ വേണ്ടിട്ട് മാത്രമാണോ? അങ്ങനല്ല കേട്ടോ. അതല്ലാണ്ട് ഞങ്ങൾക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം ഗേൾസ് മാത്രമായിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് കിട്ടുന്നത് ഭയങ്കര ലൈക്ക് അതൊരു ഞാൻ ഇപ്പോഴും ഞങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിലും കണ്ടാൽ ഇപ്പോഴും വൈബ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അന്നാണ് ആക്ച്വലി കിട്ടിയത്. അപ്പൊ ആ ഒരു ഗേൾസ് സ്കൂളിൽ മാത്രം പഠിക്കുമ്പോൾ അവരുമായിട്ട് നമ്മൾ മോർ ബോണ്ട് ആവും. ലൈക്ക് ഇപ്പം എന്റെ ക്ലാസ്സിൽ ആകെ മലയാളികൾ 2 പേരേ ഉള്ളൂ, ക്രിസ്ത്യൻസ് 2 പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും മുസ്ലിംസ് ആണ്. പക്ഷെ അതൊന്നും മാറ്റർ ചെയ്യാണ്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരുണ്ട്. ലൈക്ക് ഇപ്പോഴും ഐ എൻജോയ്. ഞാൻ അത് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഗേൾസ് സ്കൂളിൽ പഠിക്കാൻ. സോ ബോയ്സ് മാത്രല്ല കേട്ടോ, ഗേൾസിന് അതിന്റേതായിട്ട് ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങള് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നടക്കുമ്പോ നമ്മൾ 11th ഞാൻ അസിസ്റ്റന്റ് ഹെഡ് ഹൗസ് ക്യാപ്റ്റന്, ജയാൻ അസിസ്റ്റന്റ് ഹെഡ് ബോയ്, ഇവിടെ അസിസ്റ്റന്റ് സ്പോർട്സ് സെക്രട്ടറി. അപ്പൊ നമ്മള് ഫുൾ ആ ക്യാബിനറ്റ് ഡ്രസ്സില്ല, ഫുൾ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് സാഷ് ഒക്കെ വെച്ച് ബാഡ്ജ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. 3 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ബ്ലാക്ക് ടൈൽസിന്റെ അവിടെ നിന്നിട്ടാണ് ഹെയർ ബാഗ്സ് ഉപയോഗിക്കുന്ന കുറച്ച് അപൂർവ സാഹചര്യങ്ങളുണ്ട്. എന്തേലും വലിയൊരു ഇവന്റോ അല്ലെങ്കിൽ അങ്ങനെ. അതേപോലെ ഈ ഒരു ദിവസം ഞാൻ അന്ന് ഹെയർ വാക്സ് ഉപയോഗിച്ചു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അങ്ങനല്ല, പക്ഷെ വൺ മാൻ വൺ ഗേൾ ബോയ്. അപ്പൊ അങ്ങനെ ഇതുണ്ടായി. അപ്പൊ ഇതേപോലെ യുനോ നമ്മള് ഇങ്ങനെ ഗേൾ സെക്ഷനിൽ പിള്ളേര് വരികയാണ്, പക്ഷെ നമ്മളെ ഫോക്കസ് ഓൺ ദാറ്റ് വൺ ഗേൾ. അപ്പൊ ഇതേപോലെ ഇങ്ങനെ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ ഇടയിൽ നിന്ന് ലൈക്ക് നമ്മൾ മീറ്റ് ചെയ്ത്. സോ ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് നമുക്ക്. കാരണം ഞാൻ ആലോചിച്ചൊക്കെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അതും ഒരു ഇൻഡിവിജ്വൽ ഇവന്റ് ആണ്, ഒരു മാസ് ഹ്യൂമൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ ഒരു ഇവന്റാ. അതിന്റെ ഇടയിൽ ഞങ്ങൾ 2 പേരും അങ്ങനെ സംസാരിച്ചാണ്, പക്ഷെ കണ്ണുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കി ഓണത്തിനിടയിൽ അങ്ങനെ. പിന്നെ അറ്റ് ദ സെയിം ടൈം നമ്മള് ഇവര് ബോയ്സ് ഇങ്ങനെ നിൽക്കും, ഗേൾസ് ഇങ്ങനെ നിൽക്കും, എന്നിട്ട് ഇവര് ഈ ഹ്യൂമൻ മൊസൈക്ക് ഉണ്ടാക്കണം. അപ്പൊ ദർ വിൽ ബി എ ലൈൻ വേർ ഗേൾസിന്റെയും ബോയ്സിന്റെയും ലൈന് ഇങ്ങനെ അഡ്മേർജ് ചെയ്ത് വരുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം ലൈക്ക്
You meant she was അല്ല വേണ്ട. Exposed. എന്തൊക്കെ ഞാൻ പറഞ്ഞു. ഒന്നുമില്ല. അയ്യോ സങ്കടായി. Backup. അപ്പൊ ഞാന് ലൈക്ക് ഇങ്ങനെ അന്ന് സംസാരിച്ചിരുന്ന ഒരു പെൺകുട്ടിയും ഇതേപോലെ ഓൾമോസ്റ്റ് നിയർ ടു ദ ബോയ്സ് ലൈൻ ദേ ഹാഡ് ലൈക്ക് സം ഇഷ്യൂസ് ഇങ്ങനെ ബോയ്സ് എന്തോരം ഇങ്ങനെ നോക്കിണ്ടു എന്തോ കമന്റ് പാസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇവരിങ്ങനെ ഭയങ്കര നമ്മളെന്തേ പ്രശ്നം ഉണ്ടായ പോലീസുകാരാണല്ലോ പറയാം അതേമാതിരി അന്ന് നമ്മള് ഇവള് ഔട്ട് ഓഫ് ദ ക്രൗഡ് ലൈക്ക് ഷി വാസ് ടോക്കിംഗ് ടു മീ ആസ് എ ക്യാബിനറ്റ് നോട്ട് എ ബോയ് ഫ്രണ്ട് ലേഡി ഇവളിനെ വിളിച്ചോണ്ട് യോ ക്യാബിനറ്റ് ഹി ഈസ് ഡൂയിങ് ദിസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായി ഞങ്ങട്ട് ഫുൾ ഞാൻ നോക്കുമ്പോ എന്റെ ജൂനിയേഴ്സ് ടൈം ടു ഷൈൻ ഞാനിട്ട് അവരോട് ഇങ്ങനെ സംഭവമൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ നോക്കുമ്പോ ഇവിടെ ചുറ്റിലും ഇവിടെ ഗേൾസും ഫ്രണ്ട്സ് ഒക്കെ ഫുള്ള് ആ ഒരു സംഭവം അപ്പൊ ഞാൻ ഒരിക്കലും ആ ഗിന്നസ് വേൾഡ് റെക്കോർഡ് മറക്കില്ല. നമുക്ക് സ്കൂളിൽ നിന്ന് മാറാം. നമ്മൾ 3 പേരും കാനഡയിലാണുള്ളത്. ഏഞ്ചൽ ഇപ്പൊ കാനഡയിൽ വന്നിട്ട് എത്ര മാസമായി? ഒരു 6-7 months. സെമീർ വന്നിട്ട് 3 months ആവുന്നു. 3 months ആകുന്നു. എന്താണ് ഞാൻ വന്നിട്ട് 3 വർഷമൊക്കെ കഴിഞ്ഞു, കുറച്ചായി, കുറച്ച് ഏജ് കൊണ്ട് സെയിം ആണെങ്കിലും ഞാൻ വെറ്ററൻ ആണ് കാനഡയിൽ. അപ്പൊ എന്താണ് എക്സ്പീരിയൻസസ്? നയാഗ്ര ഫോൾസ് ഒക്കെ കണ്ടോ? നയാഗ്ര ഫോൾസ് കണ്ടു. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ, അത് നമ്മൾ പണ്ട് GK പഠിച്ചിട്ടുള്ള ഒരു ഓർമ്മയുള്ളൂ. നയാഗ്ര ഫോൾസ് GK പഠിക്കണം. ജസ്റ്റ് പിക്ചേഴ്സ് ഒക്കെ എടുക്കുന്നത് നീയാണ് കുറെ. അപ്പം ലൈക് ബിഗസ്റ്റ് ഫോൾസ്, ഹൈസ്റ്റ് ഫോൾസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ കേട്ടൊരു ടേം ആയിരുന്നു നയാഗ്ര ഫോൾസ്. അപ്പം ഇവിടെ വന്നപ്പോൾ അത് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഫൈനലി അത് കാണാൻ പോയി. ആൻഡ് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് ഒരു സീനിക് ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത് അത് എനിക്ക് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. ഇതിപ്പോ ജയൻ എനിക്ക് വ്ളോഗ് ചെയ്തിട്ടുണ്ട് നയാഗ്ര ഫോൾസില്. അപ്പൊ അതിൽ തന്നെ ഉണ്ട് ആ ഒരു ഇത്. പക്ഷെ നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ. അതെ, ഞാൻ ഒരു നയാഗ്ര ഫോൾസ് സ്റ്റോറി പറയാം. സെമീറിന്റെ കോളേജിൽ നിന്ന് സെമീർ വന്നിട്ട് 3 മാസമല്ലേ ആയുള്ളൂ. സെമീറിനെ എല്ലാ കാര്യം ചെയ്യണമെങ്കിലും എന്റെ സഹായം വേണം, കാരണം അവന്റെ അടുത്ത് കാറില്ലല്ലോ. അപ്പൊ ചെക്കിന് നയാഗ്ര ഫോൾസ് കാണണം. അപ്പൊ എന്നോട് കുറെ പറയുന്നത്, നമുക്ക് കുറെ അല്ല കുറച്ചായി പറയുന്നത് നയാഗ്ര ഫോൾസ് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു അതിനെന്താ, നയാഗ്ര ഫോൾസ് അവിടെ തന്നെ ഉണ്ടാകും, നമുക്ക് ഫ്രീ ഉള്ള ദിവസം ഏറ്റവും വൈബാക്കിയിട്ട് നമുക്ക് അങ്ങ് പോവാന്നാണ്. ഓക്കെ പറഞ്ഞ സെമീർ. പിന്നീട് ഒരു ദിവസം സെമീർ പെട്ടെന്ന് പറയുന്നത്, എടാ ഞാൻ നയാഗ്ര ഫോൾസ് പോവാന്ന്. അപ്പൊ ഞാൻ എന്നെ കൂട്ടാതെ അപ്പൊ ഞാൻ സെമീറിനോട് ചോദിച്ചു നീ എങ്ങനെയാ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറയാം കോളേജിൽ നിന്ന് ട്രിപ്പ് ഉണ്ട് എന്നാണ്. അപ്പൊ ഞാൻ കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് പോയേ, നമുക്ക് നമ്മളെ വണ്ടിയിൽ ചില്ലാക്കി പോവാം. കോളേജിൽ നിന്ന് പോകുമ്പോ മറ്റേ ചെമ്മരിയാടുകളെ പോലെ നമ്മൾ പോകുന്നു കാണുന്നു അങ്ങനെ പോയി തിരിച്ചു വരണല്ലോ. അതന്നെ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് കോളേജില് ജസ്റ്റ് ഒരു കോളേജ് ഓപ്പൺ ആയ ടൈം ഫോൾ സീസൺ ആയിരുന്നല്ലോ. അപ്പൊ അവര് മറ്റേ $10, അതായത് നമ്മൾ ജസ്റ്റ് $10 കൊടുത്താൽ മതി നയാഗ്ര വരെയുള്ള ട്രാൻസ്പോർട്ടേഷൻ 2 hours എന്തുകൊണ്ട് ബസ്സിൽ ട്രാൻസ്പോർട്ടേഷൻ. എന്നിട്ട് അവിടുത്തെ മോർണിംഗ് ടിൽ ഈവനിങ് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് ഇന്ന ടൈം ആകുമ്പോൾ തിരിച്ചു വരെ ഇങ്ങോട്ട് വരാം. സോ മോണിറ്ററി ടേംസിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ബിഗ് ഡീലായിരുന്നു $10 പോയി വരാറുണ്ട്. നയാഗ്ര സെമീർ $10 കാര്യം എന്നോട് പറഞ്ഞില്ല. സെമീർ നയാഗ്ര പോകുന്നുണ്ടെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ നീ കോളേജിന്റെ കൂടെ നയാഗ്ര പോകുന്നേ, നമുക്ക് പോവാം, നമ്മുടെ കാറ്, നമുക്ക് എപ്പോ വേണമെങ്കിലും പോവാം, എപ്പോ വേണമെങ്കിലും വരാം, നോ ടൈം ഉണ്ട്, ആരെയും കൂട്ടാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സെമീർ അല്ലടാ ഞാൻ കോളേജിലെ ഫ്രണ്ട്സിന്റെ കൂടെ പോവാണ്. അപ്പൊ ഞാൻ പറയാടാ എന്റെ ഫേവറേറ്റ് സംഭവം വേൾഡിൽ എന്താ വെച്ചാൽ ആൾക്കാരുടെ റിയാക്ഷൻ കാണണം. എന്റെ ഒരു ഗിൽറ്റി പ്ലഷർ എന്നൊക്കെ ഉള്ള പോലെയാണ് ആൾക്കാരുടെ റിയാക്ഷൻ കാണും. ഞാൻ ഫസ്റ്റ് ടൈം നയാഗ്ര ഫോൾസ് കണ്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ സെമീറോട്, സെമീറെ നീ നയാഗ്ര ഫോൾസ് ആദ്യമായിട്ട് കാണണം, നിന്റെ ആ ഒരു റിയാക്ഷൻ അത് എനിക്ക് കാണണം, നീ വേണമെങ്കിൽ പിന്നെ വേണമെങ്കിൽ കോളേജിൽ പൊക്കോ, പക്ഷെ ഫസ്റ്റ് ടൈം എന്റെ കൂടെ പോ. അപ്പൊ സെമീർ അല്ലടാ എന്നെ ഡിച്ച് ചെയ്ത് അല്ലടാ ഞാനും എന്റെ കോളേജ് ഫ്രണ്ട്സിന്റെ കൂടെ പോവാണത്. അപ്പൊ ഞാൻ പറഞ്ഞടാ എന്താടാ. അപ്പൊ അല്ലടാ നമുക്ക് പിന്നെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അംഗീകരിച്ചില്ല. കോളേജിലെ ഫ്രണ്ട്സിന്റെ കൂടെ പോവാൻ തീരുമാനിച്ചു, എന്നെ ഡിച്ച് ചെയ്തു. ഞാന് ഓക്കെ അങ്ങനെ ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്താ ഞാൻ ചെയ്യാന്ന് വിചാരിച്ച് വിട്ടു. എന്നിട്ട് മച്ചാന് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോ എന്താ ടിക്കറ്റ് സോൾഡ് ഔട്ട്, ടിക്കറ്റ് കിട്ടിയില്ല. ഇപ്പൊ സെമീർ നയാഗ്ര ഫോൾസ് പോയിട്ടില്ല. ഇടക്കിടക്ക് എന്നോട് പറയും നമുക്ക് നയാഗ്ര ഫോൾസ്
നയഗ്രാ ഫോൾസും പോട്ടെ ഞാൻ നയഗ്രാ ഫോൾസിലേക്ക് ഞാൻ കൊണ്ടുപോവാ എന്റെ വണ്ടിയല്ലേ. പക്ഷെ അത് പറഞ്ഞപ്പോഴാ എന്നെ പോലീസ് പിടിച്ചു. എങ്ങനെ എവിടുന്ന്? ഞാൻ നിന്നോട് പറഞ്ഞില്ല സ്റ്റോറി. ഈ അടുത്തോ? പോഡ്കാസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തുനിന്ന് ഞാൻ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കായിരുന്നു. അപ്പൊ വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു പൊക്കോണ്ടിരിക്കുമ്പോ പൊക്കോണ്ടിരിക്ക. അപ്പൊ ഞാൻ ഒരു സ്ട്രീറ്റിൽ എത്തിയപ്പം പോലീസുകാർ പാർക്ക് ചെയ്താണ്. അപ്പൊ ഓ പോലീസാണ്, ബി ഡിസിപ്ലിൻ, സ്ലോ ആക്ക്, മെല്ലെ പോയാൽ മതി, വലിയ ഇതൊന്നും വേണ്ട. അങ്ങനെ ഞാൻ ഭയങ്കര ഡിസിപ്ലിനിൽ ഇങ്ങനെ പാസ് ചെയ്ത് ആ റോഡ് ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഞാൻ നേരെ പൊക്കോണ്ടിരുന്നപ്പോ സെയിം സ്പീഡിൽ പോകണം. പെട്ടെന്ന് ബാക്കിൽ ലൈറ്റ് കിട്ടും, മറ്റേ ഇത് തന്നെ. അപ്പൊ ഞാൻ ഫുള്ള് കറക്റ്റ് സ്പീഡിലാണല്ലോ. ഇനിയിപ്പോ ഓവർ ശ്രദ്ധിച്ചോണ്ട് ഇവർക്ക് സസ്പീഷൻ തോന്നിയൊന്നും അത് വൻ മാന്യമായി പോയതുകൊണ്ട്. അപ്പൊ ബാക്കിൽ എന്നിട്ട് ലൈറ്റ് പോലീസ് ലൈറ്റ് ഇട്ടാല് ബാക്കിൽ ഒന്ന് ലൈറ്റ് ഇട്ടാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി പുൾ ഓവർ ചെയ്തിട്ട് നിർത്തണം. അങ്ങനെ ഞാന് എന്റെ മിറ്റ്സുബിഷി എക്ലിപ്സിലായിരുന്നു. അപ്പൊ ഞാൻ വണ്ടി നിർത്തി. എന്നിട്ട് ഞാൻ എന്റെ മോനെ എന്തിനാ പിടിച്ചു, ഞാൻ സ്പീഡ് ലിമിറ്റ് ഇവിടെ 50 ആണോ 40 ആണോ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഫുള്ള് ആലോചിക്കാം. എന്നിട്ട് എന്താ പോലീസ് ഓഫീസർ വരുന്നവരെ നമ്മള് കാറിൽ നിക്കണം, കാറിൽ ഇറങ്ങാനൊന്നും പാടില്ല. പോലീസ് വന്ന് ഗ്ലാസ് കയറ്റിട്ട് ആള് ഇമ്മീഡിയറ്റ്ലി ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ പ്ലീസ് എന്ന്. അപ്പൊ ഞാൻ അങ്ങനെ എന്നെ പോലീസ് പിടിച്ചില്ലല്ലോ. അപ്പൊ ഇതൊക്കെ എവിടെ വെച്ചതാ, ഏത് കാലത്ത് വണ്ടി വാങ്ങിച്ചതാ, ലൈസൻസ് എന്റെ ഫോണിന്റെ ബാക്കിൽ എപ്പോഴും ഉണ്ടാകും. അപ്പൊ അത് ഞാൻ എടുത്ത് കൊടുത്തു, രജിസ്ട്രേഷൻ എന്നാണ്. അപ്പൊ ഞാൻ ഓക്കെ ഞാൻ നോക്കുമ്പം ഗ്ലവ് കമ്പാർട്ട്മെന്റ് നോക്കിയിട്ട് ഇതിൽ ഏതാ രജിസ്ട്രേഷൻ. എന്റെ ബ്രദർ ജഹീനാണ് കാർ വാങ്ങിച്ചത്. അപ്പൊ ഏതാ, എന്നിട്ട് ഞാൻ ഇതായിരിക്കും, ഇതാണോ ചോദിച്ചത്. ഞങ്ങളുടെ ഇൻഷുറൻസ് എന്നാണ്. ഇൻഷുറൻസ് തപ്പ അങ്ങനെ ഇൻഷുറൻസ് അയാളൊരു പിങ്ക് പേപ്പർ ആയിരിക്കും എന്നാണ്. ഞാൻ നോക്കി ഇൻഷുറൻസ് കിട്ടി, ഇൻഷുറൻസ് കൊടുത്തു. എന്നിട്ട് അയാൾ പറഞ്ഞേ there's something wrong with your exhaust എന്ന് പറഞ്ഞു. എന്റെ കാറിന്റെ എക്സോസ്റ്റ് എന്റെ ബ്രദർ ട്യൂൺ ചെയ്തതാ. അപ്പൊ നല്ല സൗണ്ടാണ്, ചെറിയ സ്പീഡ് പോണെങ്കിൽ എങ്ങനെ പിടിക്കുന്ന കേട്ടിട്ടുള്ളൂ. there's something wrong with your എന്നിട്ട് അയാൾ പറഞ്ഞേ എന്നോട് എത്ര 200 RPM റേസ് ചെയ്യാൻ പറഞ്ഞേ. എന്റെ കാർ 200 അല്ല 150 എത്തിയാൽ തന്നെ സൗണ്ട് കേറാ. ഞാൻ കഴിയുന്നു സ്ലോലി ആക്സിലറേറ്ററിന്റെ വല്ല തലോടുന്ന പോലെ ആക്സിലറേറ്റർ വല്ല ചവിട്ടി ഇങ്ങനെ റേസ് ചെയ്ത്. അപ്പൊ അയാള് ഓക്കെ എന്നിട്ട് സംതിങ് റോങ് വിത്ത് യുവർ എക്സോസ്റ്റ്. എപ്പോഴാ കാർ വാങ്ങിച്ചത്? ഞങ്ങളൊരു 6 months ആയി കാർ വാങ്ങിച്ചിട്ട്. അയാൾ ചോദിച്ച് ഇങ്ങനെ തന്നെ ആയിരുന്നു വണ്ടി വാങ്ങിച്ചപ്പോ എക്സോസ്റ്റ് അല്ല, ഞങ്ങൾ മാറ്റിയതാണ് എക്സോസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞേ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞേ. എന്നിട്ട് അയാള് ലൈസൻസ് പ്ലേറ്റ് വിൻഡോ കുറച്ച് പൊക്കാൻ പറഞ്ഞു. ഞാൻ വിൻഡോ പൊക്കി. എന്നിട്ട് അയാൾ ഇങ്ങനെ എന്റെ ലൈസൻസ് പ്ലേറ്റ് വിൻഡോന്റെ ടിന്റ് കൂടെ ഇങ്ങനെ വെച്ച് നോക്കി ഓപ്പോസിറ്റ് സൈഡിലൂടെ. എന്നിട്ട് അയാൾ പറഞ്ഞേ നിന്റെ ടിന്റ് വളരെ കൂടുതലാണ്. ഇത് രാത്രിയാണ് സംഭവം. ശരിയാണ്, എന്റെ ടിന്റ് വൻ കൂടുതലാണ്, വൻ പ്രിവസി. അതായത് വണ്ടിന്റെ ഉള്ളിലേക്ക് കാണുന്നല്ല. ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പൊ അല്ല കാണൊക്കെ ചെയ്യാം, കുറച്ചൊക്കെ കാണും. സംഭവം വൻ പ്രിവസി ആണ്, തീരെ കാണില്ല. അപ്പൊ ഞാനിങ്ങനെ അയാൾ വെച്ച് വണ്ടി വാങ്ങിച്ചപ്പം ഈ ഇത് സത്യമാണ്, വണ്ടി വാങ്ങിച്ചപ്പോ ടിൻഡ അത്ര തന്നെ ഉണ്ടായിരുന്നു. അത് നല്ല ഹൈ ക്വാളിറ്റി ടിൻഡ. അപ്പൊ ഞാൻ അയാൾ തന്നെ ഇത് ടിൻഡ് കൂടുക. ഞാൻ വണ്ടി വാങ്ങിച്ചപ്പോ തന്നെ അപ്പൊ അയാൾ എന്നോട് ചോദിച്ചാൽ ഈ വണ്ടി എവിടുന്നാ വാങ്ങിച്ചത്. അപ്പൊ ഞാൻ വന്നിട്ട് പിന്നെ ലൊക്കേഷൻ, വാങ്ങിച്ച ആളുടെ പേര്, എപ്പോ വാങ്ങിച്ചു, ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് ആള് ഓക്കെ സ്റ്റേ ഇൻ ദ കാർ എന്ന് പറഞ്ഞിട്ട് ബാക്ക് പോയി. ഞാൻ എത്രയാണോ ഫൈന് വരാൻ പോകുന്നത്. ഇനിയിപ്പോ എക്സോസ്റ്റ് മാറ്റേണ്ടി വരും, ടിൻഡ് ഊരി വേറെ ടിൻഡ് ഒട്ടിക്കണം, പണിയെടുത്ത പൈസ മാറ്റാനുള്ളത്. ഞാൻ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാനും വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കാറിലിരിക്കാം. പെട്ടെന്നിട്ട് പോലീസ് ഓടി വന്നിട്ട് എന്റെ മറ്റേ ലൈസൻസ് കാറിലേക്ക് ഡ്രൈവ് സേഫ് എന്നിട്ട് അങ്ങ് എറിഞ്ഞു തന്നെ. എന്നിട്ട് ആള് വേഗം ഓടിയിട്ട് കാറിലിട്ട് ഒറ്റ പോക്ക്. എന്തോ ഡ്രൈവ് സേഫ് എന്നിട്ട്
മറ്റേ ഡ്രൈവേഴ്സ് ലൈസൻസ് ഒക്കെ പെട്ടെന്ന് പേപ്പറൊക്കെ എനിക്ക് തിരിച്ചതില്ല. ഡ്രൈവേഴ്സ് ലൈസൻസ് ലാപ്പിലേക്ക് ഇങ്ങോട്ട് എറിഞ്ഞിട്ട് ഡ്രൈവ് സേഫ് എന്നിട്ട് വേഗം ഓടി വണ്ടിയൊക്കെ എടുത്തിട്ട് ഒറ്റ പോക്കങ്ങ് പോയി. അതുകൊണ്ട് ഫൈനൊന്നും എന്താല്ലേ ഓ ഞാൻ എന്ത് നല്ല കാര്യം ചെയ്തിട്ടാണല്ലേ. ഓ ഞാൻ അൽഹംദുലില്ലാ താങ്ക് യു ഇത്ര ചെലവ് ഒഴിവായതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നു. അത് പറഞ്ഞപ്പോഴാണ് സയാന്റെ നയഗ്ര ഫോൾസ് പോണ ഒരു വ്ളോഗ് റിലീസ് ആയിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ചെക്ക് ഇറ്റ് ഔട്ട്. അടിപൊളിയാണ്, നല്ല എൻഗേജിങ് ആണ്. നയഗ്ര കാണാത്തവർക്ക് ഒരു അതിന്റെ POV കാണുന്ന പോലെ ദി ബെസ്റ്റ്. അതെ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ കുറച്ച് വ്ളോഗ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലും ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് മലയാളത്തിൽ കാണണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ഇംഗ്ലീഷിൽ കാണണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ ചെക്ക് ഇറ്റ് ഔട്ട്. വേറെ ഏതൊക്കെ സ്ഥലത്താണ് കാനഡയിൽ പോയത്? കാനഡയിലെ ഡ്രോബാക്സ് എന്തൊക്കെയാ? വാട്ട് ആർ ദി തിങ്സ് യു ലൈക്ക്? കാനഡയില് ലൈക്ക് നമുക്കിപ്പോ ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ്, കുറെ നാൾ നമ്മുടെ പേരൻസിന്റെ കൂടെ നിന്നു. ഇനി കുറച്ചൊക്കെ നമുക്ക് തന്നെ ഒന്ന് ഏൺ ചെയ്ത് നമുക്ക് നമ്മുടെ ഓൺ സ്റ്റാൻഡൊക്കെ നിൽക്കാന്ന് പറയുന്ന ഒരു ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. സോ ഫൈനലി അത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചാണ് ആക്ച്വലി ഇങ്ങോട്ട് വന്നത്. അവരുടെ ആ ഒരു ഷെയ്ഡിന്ന് മാറി ഇനി ഇങ്ങോട്ട് ഒറ്റയ്ക്ക്. അപ്പൊ വന്ന ടൈമിൽ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് വന്നത്. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് ആവില്ല, ലോൺലിനെസ് ഒരു ഉണ്ടാവില്ല. ലോൺലി ആയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഒന്ന് ഇതായി വരാൻ, റിക്കവർ ആയി വരാൻ. അടിപൊളി. നമുക്ക് നമ്മളൊരൊറ്റക്ക് പക്ഷെ അവര് വന്ന ലോൺലിനെസ്സും ബീങ് അലോണും ഭയങ്കര ഡിഫറെന്റ് ആണ്. അത് ഞാനും കൊടുത്താണ്. ബാക്കിയുള്ളവർക്കൊക്കെ ലോൺലിനെസ് ഉണ്ട് അല്ലേ എന്നുള്ള ആലോചിക്കുന്നതാണ്. ശരിയാ. അപ്പം ആ ഒരു ഫീലിംഗ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരാൾ ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു ഒറ്റപ്പെടൽ, ഒറ്റപ്പെടലിന്റെ വേദന അത് വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് റീൽസ് കാണാറുണ്ട്. അപ്പം എന്താ അങ്ങനെ വന്നു. ആദ്യത്തെ ടൈമിൽ ഞങ്ങൾക്ക് ആകെ ഒരു പ്രോബ്ലം ഇവിടെ വീട് കണ്ടുപിടിക്കാനായിരുന്നു. ലൈക്ക് വന്നപ്പോ ഒരു വീട് ഉണ്ടായിരുന്നു, അതൊരു ഭയങ്കര വലിയ സ്റ്റോറിയാണ്. ഞങ്ങൾക്ക് ഒരു ഹൗസിംഗ് ഉണ്ടായിരുന്നു. ഏഞ്ചൽ എത്ര മാസമായി പറഞ്ഞ കാനഡയ്ക്ക് വന്നിട്ട്? 6 to 7 months. എത്ര പ്രാവശ്യം വീട് മാറി ഏഞ്ചൽ? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന വീട് 5th വീടാണ്. 7 മാസത്തിൽ 5 പ്രാവശ്യം വീട് മാറി. ഇപ്പൊ ഒരു പ്രാവശ്യം ഒരാൾ വീട് മാറി, ആ വീട് സുഖമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ എന്ന് പറയാം. രണ്ടാമത്തെ പ്രാവശ്യം ഒരാൾ വീട് മാറി, അടുത്ത മാസം തന്നെ നമ്മളിങ്ങനെ സൗകര്യം കുറവ്, ആൾക്കാർ റൂംമേറ്റ്സ് പോരാ, സംഭവിക്കാം. പക്ഷെ 6-7 മാസത്തിൽ 5 തവണ ശരിക്കും പ്രശ്നം. അതിൽ ആരാണ് പ്രശ്നം എന്ന് എനിക്കൊരു ഡൗട്ട് വന്നു, അത്രേ ഉള്ളൂ. ഏഞ്ചലിനെ കുറിച്ചല്ല കേട്ടോ. ബൈ ദ വേ, സഹൃദയരായ നാട്ടുകാരെ, ഐ വാണ്ട് ടു ടേക്ക് ദിസ് മൊമെന്റ്. നമ്മൾ ഈ റെക്കോർഡ് ചെയ്യണത് നമ്മുടെ വേറൊരു സ്കൂൾ ഫ്രണ്ട് ആയ ഹിദായന്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ഹിദായ ഇസ് എ ലൈക്ക് മലയാളം സ്പീക്കിംഗ് പേഴ്സൺ അല്ല. That's why she is not on the podcast. But big thanks to Hidaya for giving this setup. Hidaya, you want to come say hi? No, just walk around, just say hi. She's getting ready. Whoa. Hello guys. Yeah, so this is Hidaya. Sit down, you're too tall. Yeah. This is not prepared for, by the way. I look more Sit better. She looks more better. Yeah, so this Hidaya, our school friend, she was also a cabinet member. So yeah, we really vibe Yeah. along. Do you speak any Malayalam? No, kunju. That's Tamil. That is? Okay, my bad. I'm sorry guys. Kuruchu. Ah! There you go. What else we can speak? Not the bad I'm words, just gonna please. say the cuss words, that's all I know. That's all my friends are good for. to teach me. Okay, Hidaya. Yeah. I think it's time to leave. Bye. Okay. Get back to Bruno. Oh no! Bye guys! അപ്പൊ ഏഞ്ചൽ എന്താണ് ഇങ്ങനെയൊക്കെ വീട് മാറാൻ കാരണം? ആക്ച്വലി അത് ഞങ്ങളുടെ ഫോൾട്ട് അല്ല, അത് പറഞ്ഞാലും വിശ്വസിക്കില്ല. പക്ഷെ ഓരോരോ പ്രോബ്ലംസ്, ഒന്നെങ്കിൽ ഹൗസ് ഓണർ അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് മേറ്റ്സ്. ഞങ്ങൾ മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ലൈക്ക് ഹൗസ് മേറ്റ്സ്. അപ്പൊ അതിൻ്റെതായ എന്തെങ്കിലും ക്ലാഷസ് വരും. അവര് ലൈക്ക് അത് സോർട്ട് ഔട്ട് ചെയ്യാൻ റെഡി ആവില്ല. വർഗീയതയോ? പിന്നെ വീട് മാറും, പിന്നെ ക്ലെൻലിനെസ്, അങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ്. നമ്മൾ ഓരോ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കും. ലൈക്ക് എന്താ ലൈക്ക് ഓരോ ഫാക്ടേഴ്സ് ഈ ഒരു ലെസൺ പഠിക്കുന്നുള്ള.
അല്ലേ അതെ. ശരിയാ അതിന് കുറെ പഠിച്ചു. സോ പിന്നെ ജോലി പെട്ടെന്ന് തന്നെ കിട്ടി. സോ അത് തന്നെയാണ് കാരണം അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഹാപ്പി ആൻഡ് നൈസ് ഇൻഡിപെൻഡന്റ് ലൈഫ്. ഹിദായ പോയിട്ട് കണ്ണാടി നോക്കിട്ട് ഓ ഞാൻ റെഡി അല്ലായിരുന്നു. കണ്ണാടി നോക്കിട്ട് It's okay, Hidayah. It's okay, barely 100 people watch this. No, come on. Yeah. Best comedy podcast. നേരത്തെ ഹിദായ നമ്മളെ ഫ്രെയിമിൽ അതെ. ഹിദായ ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് ഉറക്കത്തുനിന്ന് ഒരു നാപ്പ് എടുക്കാൻ പോയതാ പുള്ളിക്കാരി ഇങ്ങനെ ഉറക്കത്തുനിന്ന് എണീച്ച് വന്ന പാട് വന്നതാ. അപ്പൊ തീരെ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് സിന്റെ ഈ കോലാണ് നമുക്ക് അത് ഒഴിവാക്കി ഞാൻ ഒന്നുകൂടി വരാതൊക്കെ പറഞ്ഞ് ഒരു റൂമിലൊക്കെ പോയി ഫുൾ മറ്റേ വൻ കാര്യങ്ങളൊക്കെ ചെയ്ത് മിനിമം മേക്കപ്പ് എന്നിട്ട് ഫുൾ സെറ്റപ്പ് ആയിട്ട് ആള് ഒരു ഇതാണ് എന്റെ ആക്ച്വൽ ലുക്ക്. So we are welcoming Hidayah. ചുമ്മാ അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ. Let's go, guys. Have a seat. So this is Hidayah. ഞങ്ങളെ schoolmate. She's our schoolmate. You're from. Give an intro of yours. Okay, so I'm from their school, ISJ, and to be sure, I'm also a cabinet member. So and I was in cluster, so I was in the basketball team. So She I was know the them captain better. of the basketball Yes, team. let's go Nationals. So that's how I know them. So tell us your first impression on Zayan, me, and Angel. That's it. Oh, that could be pretty intense. First impression and the current impression. Okay. How are they different? Okay, so let's start with Zayan. So Zayan I've always known as a very philosophical, kind of realistic guy. Yeah, not very exclusive though. That was my first impression. I'm being honest. Yeah. And then I just started, because we had mutual friends and we started talking. And then now that I met him in Canada and everything, so I know he's We met more in of Jeddah. We met in Jeddah first, but you know those meetings, it's like, oh, it's school time, so you can't see a boy, so you gotta be very discreet. But now that I know Zayan, I feel like it's a total different story. A very open bubble, which is very fun, yeah. But about Angel, she has been my friend since the longest time, but the first time I met her, I felt like it was more of an athletic connection, an athletic bonding. Because you have that, right? Your team G, let's go. So that was the bond I had with Angel. And that grew over years. So now, of course, she's a very close friend of mine and I share a lot. But about Samir, let's go. Samir is the hot topic. Everybody's like when they come to Samir, they're like Samir. Yeah, I started off like that. Samir. അതുപോലെ പറയാം. Yeah, Samir was quite a hot topic in school. Let's be honest, guys. He had a lot of friends, so it was like, quite known. And then at the first, I didn't know a lot about Samir. So we also met because of clusters and everything. Yeah, true. Like the sports connections. Yeah, there was a sports connection there. So the first meeting was very like, oh yeah, what are you doing? Basketball. Oh yeah, how's your athletics going? Yeah, and it was it's all pretty that. much basics. So we both were in cabinets. We both were in sports. So yeah. That was there. And then I never expected Samir to come to Canada or even meet Samir in Canada. That was like a long shot in the sky. And then You when guys are welcome. yeah, all thanks to Zayan. All thanks to Zayan. But now that I met Samir, I had no idea he's such an open soul. He has so much wisdom left and right. Yeah. Master. But he's a person that if you can talk to 8 hours, you still won't be bored. So you can keep talking to Samir. That's the thing. Yeah. Let's go. So you want to do something else on the camera? Free Palestine. Yeah. No, Yep. that's it. Serious note. I really wanted to be on the podcast, guys, because I know they're a big shot. Wow. So hi. Hidayah, full പറയും guys. Oh, influence. Hidayah, എപ്പോഴും പറയും നമുക്കൊരു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് വെച്ച് സ്റ്റാർട്ട് Yeah. Yeah, they why don't we both do an really English want- podcast? Yeah, they both really want to start an English podcast. എനിക്ക് ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. You guys should tell us that if they should start an English podcast, because I'd love to be a full-time guest. The reason I don't have an English podcast is not because I don't like English podcasts or I don't want to do it with you. Yeah. It's just that I can't keep it up. It's just not sustainable. We live too far away, and then I just have That's an true. English That's vlog, a Malayalam vlog, a Malayalam podcast. And you barely and pick the calls. So Yeah. and No. it's she not- never picks the calls. My sleep is my priority. I'm sorry, guys. So that's why.
Yeah, okay, fair enough. So yeah, thank you so much for coming on Hidaya, the show. thanks for Hidaya giving us and this set. Angel. Yeah, no worries. Make me the next big shot, guys. So ഇതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇൻ എ നട്ട്ഷെൽ. സോ വി ഹാഡ് അവർ ഡിയറസ്റ്റ് ഫ്രണ്ട് ഏഞ്ചൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കാണുന്ന ISGents ഉണ്ടെങ്കിൽ they will be having ഒന്നെങ്കിൽ ആ ഒരു ത്രോ ബാക്ക്, അല്ലെങ്കിൽ ഇപ്പൊ അവര് ലിവ് ചെയ്യുന്നുണ്ടെങ്കിൽ they will get some tips, അല്ലെങ്കിൽ ജൂനിയേഴ്സ് ആണെങ്കിൽ they will be like, ഓ നമ്മുടെ സീനിയേഴ്സ് ഇങ്ങനെ ആയിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് it could relate in any of the way. But thank you so much Angel for being on our podcast. My pleasure. അടിപൊളിയായിരുന്നു. ആഞ്ചലിന് ഭയങ്കര പേടിയായിരുന്നു. അതായത് എന്താ പറയാ, ക്യാമറ ഈ 3 സൈഡിൽ നിന്ന് ഫ്ലാഷ് ഒക്കെ അടിക്കുമ്പോ ഇവര് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ലൈക്ക് അവർക്ക് ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ഇവരെ ഞാൻ മീറ്റ് ചെയ്യാൻ വന്നാലും ഞാൻ വരുമ്പം ഇവരുടെ കോൺവെർസേഷൻസ് നെവർ എൻഡിങ് 24/7. ഞാൻ പറയാം എനിക്കൊരു ഇച്ചിരി അറ്റൻഷൻ തരും. ഞാൻ അവിടുന്ന് ബാരിയതൊക്കെ 2 മണിക്കൂർ ഏഞ്ചൽ നിൽക്കുന്നത് ഏതോ ഒരു കാട്ടുമുക്കിലല്ല, നല്ലൊരു ടൗൺ ആണ്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും പോകാത്തൊരു ഏരിയയിലാണ് ഏഞ്ചൽ പോയി നിൽക്കുന്നത്. അങ്ങനെ ഏഞ്ചൽ കഷ്ടപ്പെട്ട് ഒരു റൈഡൊക്കെ വിളിച്ച് ഞങ്ങളെ കാണാൻ വന്നു. അങ്ങനെ കാണാൻ വന്ന് സെമീറൊക്കെ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞു. ഇന്ന് ഞാൻ സത്യം വേണ്ട ഏഞ്ചലെ, നീ വരുന്ന കാര്യം സെമീർ ഓൾറെഡി അറിയായിരുന്നു. അപ്പം എന്താ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ സർപ്രൈസ് ഒക്കെ ചെയ്തു. അങ്ങനെ ഏഞ്ചൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഏഞ്ചലിൽ ഇരുത്തി. അതുകൊണ്ട് പിന്നെ ഞാനും സെമീർ സംസാരിച്ചു. കാരണം എനിക്കന്ന് കോളേജിൽ പ്രസന്റേഷൻ ഞാനപ്പോ കോളേജിൽ പ്രസന്റ് നമ്മള് വീണ്ടും നമ്മുടെ കോൺവെർസേഷൻ അതൊന്ന് ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്. അതായത് രാവിലെ എണീക്കുമ്പോഴാണെങ്കിലും അവര് കോൺവെർസേഷൻ, രാത്രിയിലാണെങ്കിലും കോൺവെർസേഷൻ. സെമീർ ഇവന്റെ പ്രസന്റേഷനെ കുറിച്ച് പറയാൻ അപ്പൊ ഞാൻ പ്രസന്റേഷൻ അപ്പൊ ഏഞ്ചല് ഹലോ എക്സ്ക്യൂസ് മീ, ഞാനിവിടെ 2 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. കുറച്ച് അറ്റൻഷൻ തരും. അത് മാത്രല്ല എനിക്ക് ഓർമ്മയുണ്ട് ലൈക്ക് 2 weeks ബാക്ക് ഏഞ്ചല് വന്നപ്പോള് നമ്മള് ലൈക്ക് ഇങ്ങനെ സംസാരിച്ചു. കൊറേ സംസാരം എന്ന് പറഞ്ഞാൽ കൊറേ സംസാരിച്ചിട്ട് നമ്മളങ്ങനെ ഉറങ്ങി. അതായത് ഉറങ്ങി ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് 2 മിനിറ്റ് ആയിട്ടുള്ളൂ. 7 AM or something. കണ്ടില്ല ഞാൻ സംസാരിച്ചാണ് നമ്മൾ ഉറങ്ങുന്നതന്നെ 3 ആൾക്കാർ. അതെ. എന്നിട്ട് പിന്നെ എഴുന്നേറ്റ് ഉറക്കം ശരിയായിട്ട് എനിക്കാണെങ്കിൽ എനർജി പോലും ഇല്ല. എന്റെയും ഏഞ്ചലിന്റെയും ഉറക്കം തീരെ ശരിയായില്ല. സെമീർ വല്ല ഫാക്ടറിയിലെ പോലെ ശ്വാസം വലിച്ച് കൂർക്കം വലിച്ച് എനിക്ക് ഏഞ്ചലിനും തീരെ ഉറങ്ങാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ സെമീർ ഫൈനലി ഉണർന്ന ഉടനെ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും ഭയങ്കര എണീച്ച പാടുള്ള ഒരു കോൺവെർസേഷൻ, എനർജിയിൽ നമ്മൾ എന്തോ സംസാരിക്കാൻ സീരിയസ് ആയിട്ട് തത്വജ്ഞാനപരമായ സംസാരങ്ങൾ. എനിക്ക് മനസ്സിലാവണേയില്ല ഏഞ്ചലിന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനുള്ള എനർജി ഉള്ളത്? ഞാൻ ഉറങ്ങിയിട്ട് പോലില്ല. കാര്യം എഴുന്നേറ്റിട്ടല്ലോ അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫൈനലി ഇവരെ മീറ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇത് ഭയങ്കര ഒരു ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത 2 പേരെയാണ് ഞാൻ ആക്ച്വലി മീറ്റ് ചെയ്ത് ഇവിടെ ഇത്രയും ക്ലോസ് ആയത്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ഞാൻ ടു ബി ഓണസ്റ്റ് Angel is a good friend. അതെ, Angel is a genuine nice friend. നല്ലൊരു സുഹൃത്താണ്. Friendship I really value. So thank you so much for coming to our little podcast after hours Malayalis. My pleasure. This has been your favorite host Zayan Zakir, Sameer Roshan, Angel Merik. Well, peace out. Palestini, Palestini.